ഹായ് എവരിവൺ, എൻ്റെ പേര് അർജുൻ ഗീത. ഞാനൊരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഞാനൊരു ട്രാൻസ്മെൻ വ്യക്തിയാണ്. കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് കരുതുന്നു. പിന്നെ പല പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയി. 2025 എൻഡായപ്പോൾ ഒരു വീഡിയോ എങ്കിലും ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ റിസൾട്ടായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഷോർട്ടായിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കാര്യങ്ങൾ പറഞ്ഞു ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. സോ എന്തായാലും ഈ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. പിന്നെ ഒരു കോൺവെർസേഷൻ രീതിയിലായിരിക്കും ഇത് ചെയ്യുന്നത്. പിന്നെ ഞാനിത് എഡിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നല്ല ലാഗ് കാണും. അതോടൊപ്പം തന്നെ കുറേ തെറ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ തന്നെ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു എന്നുള്ള കാര്യം ആദ്യം തന്നെ സൂചിപ്പിക്കാം. പിന്നെ ഇനിയുള്ള വീഡിയോസിൽ എന്ത് എക്സ്പെക്റ്റ് ചെയ്യുക, എന്തായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഒരു ഇൻട്രോ ആയിട്ട്, ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു ഇൻട്രോ ആയിട്ട് പറയാമെന്ന് കരുതുന്നു. പേര് പറഞ്ഞ നിലവിൽ ഞാൻ എറണാകുളത്താണ്, പക്ഷേ വളർന്നതെല്ലാം ഇടുക്കി ജില്ലയിലാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴായിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഒത്തിരി പേര് ട്രാൻസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം അവർക്കെല്ലാവർക്കും കൂടി ഒരു സിംഗിൾ വീഡിയോ ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ബൾക്കായിട്ട് ഇഷ്ടംപോലെ കണ്ടൻറ്റുകൾ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്യൂർ വ്യക്തികളുടെ ഐഡൻറ്റിറ്റീനെ ഇങ്ങനെ ഭയങ്കര മാസ്സായിട്ടൊരു പബ്ലിക് അറ്റൻഷൻ, അതും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ നൽകിയൊരു അറ്റൻഷൻ എടുക്കുകയും കൂടുതൽ തെറ്റിദ്ധാരണകൾ പടർത്തുകയും സമൂഹത്തിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അപ്പം പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് എനിക്ക് ഓർമ്മ വന്നൊരു മിസ് റെപ്രസെൻറ്റേഷൻ ഒഴിവാക്കാൻ, അതിനെതിരെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കണ്ടൻറ്റുകൾ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സോ എനിക്കറിയാവുന്ന കുറച്ചുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നുള്ളൊരു ധാരണയിലാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്യാപ്പുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ പലപ്പോഴും ജെന്യുവനായിട്ട് ട്രാൻസ്സെക്ച്വൽ അല്ലെങ്കിൽ ക്യൂർ വ്യക്തികളെ സപ്പോർട്ട് ചെയ്യണമെന്ന് കരുതുന്ന പല മനുഷ്യർക്ക് എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ സംസാരിക്കണം പോലും പലപ്പോഴും ഒരു കൺഫ്യൂഷനുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എന്താ അങ്ങനെ തോന്നാൻ ഒരു കാര്യം പറയാമെന്ന് കരുതുന്നു. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ SSLC കറക്ഷൻ്റെ എങ്ങനെ പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ ഭയങ്കര പാടാണ്, ഡോക്യുമെൻറ്റ്സൊക്കെ. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയുന്നതായിരിക്കും. സോ ഞാൻ മാറ്റിയിട്ട പ്രൊസീജിയറിനെ കുറിച്ച് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിരുന്ന അതിൻ്റെ താഴെ ആൾക്കാർ ഒന്ന് കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര വിയേഡായിട്ടാണ് ഫീൽ ചെയ്തത്. ജെന്യുവനായിട്ട് സപ്പോർട്ട് ചെയ്യണം. SSLC ഞാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാസ് ഔട്ട് ആയിട്ടുള്ള ആളാണ്. പിന്നെ ഈ കടമ്പകൾ കടന്ന് ഞാൻ SSLC മാറ്റിയതിൻ്റെ ഒരു ജെന്യുവനായിട്ടുള്ള സന്ദേശം കൊണ്ട് ആൾക്കാർ പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്കത് ഭയങ്കര വിയേഡായിട്ട് ഫീൽ ചെയ്തു. പല കാര്യങ്ങളും ചിലതൊക്കെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയുന്ന പല കാര്യങ്ങളും ഒട്ടും ഒരു ആർട്ടിഫിഷ്യലായിട്ട്, ഒട്ടും എന്ന് വെച്ചാൽ നമുക്കതങ്ങ് ലോജിക്കലി എന്താ ഇങ്ങനെ പറയുന്നേ എന്നുള്ള ബട്ട് സ്റ്റിൽ നമ്മൾ താങ്ക് യു പറയും. പക്ഷേ എനിക്കറിയില്ല എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം, എങ്ങനെയാണ് പറയേണ്ടത്. എല്ലാവരെ പോലെയുള്ള മനുഷ്യന്മാർ തന്നെയാണ് നമ്മളും. സോ ആ ഒരു ഗ്യാപ്പ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത്, ഞാൻ ആദ്യമേ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് ഇഷ്ടംപോലെ വ്ളോഗേഴ്സ് ഉണ്ട്, കുറേ കണ്ടൻറ്റുകളുണ്ട്. പിന്നെ ഞാൻ ഓർത്തേക്കെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഞാൻ ഒരു ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 6 to 7 years ആയിട്ടുണ്ട്. ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ മെഡിക്കൽ ട്രാൻസിഷനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കി ഒരു ജേണി തുടങ്ങിയിട്ട് ഒരു 7 or 8 years എങ്കിലും ആയി കാണും. സോ ഇപ്പോൾ ഞാൻ ഓർത്ത് ഈ കാലഘട്ടത്തിൽ എൻ്റെ ട്രാൻസിഷൻ സ്റ്റോറി എത്രത്തോളം റെലവൻ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. എത്രത്തോളം റെലവൻറ്റ് മീൻസ് ആൾക്കാർക്ക് ഇനി ട്രാൻസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് യൂസ്ഫുൾ ആണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഓർത്ത് ഓക്കെ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളതാണ്. കണ്ടൻറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഒത്തിരി വ്ളോഗേഴ്സും പല കാര്യങ്ങളും, ഒത്തിരി നല്ല ആൾക്കാർ ഒത്തിരി നല്ല കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ചിലതൊക്കെ എനിക്ക് ഇന്നതും കൂടി അവർക്ക് പറഞ്ഞുകൂടെ എന്നുള്ള ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഞാൻ അവരിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടല്ലോ, എനിക്ക് എന്നെ പറഞ്ഞാൽ പോരെ എന്നുള്ള അതും ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ പല വീഡിയോസ് ആണെങ്കിലും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും എവിടെ എടുത്താലും ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന പല വ്ളോഗേഴ്സ് ആണെങ്കിലും എനിക്ക് ട്രാൻസിഷനൊക്കെ ക്യൂർ വ്യക്തികളുടെ കാര്യങ്ങളൊന്നുമല്ല, മറ്റ് പല കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ബോഡി ബിൽഡിങ്ങിൻ്റെ ആണെങ്കിലും പല കാര്യങ്ങളാണെങ്കിലും ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും മോക്ക് ചെയ്യാൻ വേണ്ടി ക്യൂർ ആൾക്കാരുടെ ഇതിടും. ഈവൻ എന്തിനാ പഠിക്കുന്ന സ്റ്റഡി വ്ളോഗേഴ്സ് വരെയാണ്, പഠിപ്പിക്കുന്ന ആ റിലേറ്റഡ് ആണെങ്കിൽ പോലും പലപ്പോഴും ഭയങ്കര ഇൻസെൻസിറ്റീവായിട്ട് ഭയങ്കര ഫോബിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പറയുമ്പോഴത്തേക്ക് നമുക്കത് അത് കാണാനുള്ള ഒരു ഇത് തന്നെ അങ്ങ് പോകും, ഇൻട്രസ്റ്റ് തന്നെ പോകും. പിന്നെ ഭയങ്കര ഡെയിലി നമ്മൾ ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ് സ്റ്റിൽ. അപ്പം ഞാൻ ഓർത്ത് പല കാര്യത്തിലും ഡെയിലി ലൈഫിൽ നമ്മൾ പല കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ വീഡിയോ കാണുന്നതിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി പലർക്കും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. സോ അപ്പം നമ്മൾ തന്നെ ചെയ്ത് കാര്യങ്ങൾ ഷെയർ ചെയ്താൽ എന്താ എന്നുള്ള ഒരിതിലേക്ക് എത്തി. എപ്പോഴും ഇങ്ങനെ കണ്ടിങ് ഇരുന്നാൽ പോരല്ലോ, മനസ്സുള്ളത് എങ്ങനെയെങ്കിലും ഷെയർ കൂടി ചെയ്യണമല്ലോ. സോ പിന്നെ എനിക്ക് വീഡിയോ ഇങ്ങനെ ചെയ്ത് ഒക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എസ്പെഷ്യലി എനിക്കൊന്ന് ഏത്
ക്യൂർ വ്യക്തികൾ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുകയല്ല, നമ്മൾ ഇൻവോൾവഡ് ആയിട്ടുള്ള നമ്മുടെ ജേർണീനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുക, അത് ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മേ ബി ബയോളജിക്കലായിട്ടുള്ളതോ നമ്മുടെ മെഡിക്കൽ പരമായിട്ട് ചെയ്ത കാര്യങ്ങളോ നമ്മുടെ ഒരു പല കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ പേഴ്സൺ എന്നുള്ളൊരു പ്രൈവസിയും അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ചിലപ്പോൾ ഭയങ്കര ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ട് പബ്ലിക് ഒരിതായിട്ട് ചെയ്യേണ്ടതായിട്ട് നമ്മളൊരു പബ്ലിക് പ്രോപ്പർട്ടി പോലെ ഇങ്ങനെ വേണേൽ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അത്രയും അങ്ങനെ ഒന്നും ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഷെയർ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് പൊതുവേ പൊതുസമൂഹം ഏതെങ്കിലും ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എസ്പെഷ്യലി തെറ്റ് ചെയ്താൽ ജനറലൈസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് എല്ലാ ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഇങ്ങനെ പറയാറുണ്ട്. അപ്പം ഞാനിത് ആദ്യമേ തന്നെ സൂചിപ്പിക്കുകയാണ്, ഞാൻ പറയുന്ന പല കാര്യങ്ങളും എൻ്റെ പേഴ്സണലി ഞാൻ വന്ന ജേണിയും എനിക്ക് എൻ്റെ ഐഡിയാസും എൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ ഒരു വ്യൂ പോയിൻ്റ് എപ്പോഴും അതിലൊരു ഇൻഫ്ലുവൻസ് കാണും. അതുമാത്രമല്ല, ട്രാൻസ്ജെൻഡർ എന്നൊരു അംബ്രല്ലയിൽ എല്ലാവരും ഒരു കൂട്ടം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമെങ്കിലും ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള മനുഷ്യന്മാർ ഇൻവോൾവ് ചെയ്യുന്നൊരു ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു വിഭാഗം മനുഷ്യരാണ്. സോ ട്രാൻസ്മെൻ ആൾക്കാരിൽ തന്നെ പല നമ്മുടെ എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. എല്ലാവർക്കും അവൻ്റെതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട്. ഈവൻ ട്രാൻസിഷൻ റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിലും ഞാൻ ഇപ്പോൾ ഇടുക്കി എന്നുള്ള രീതിയിൽ ഞാൻ വളർന്നതൊക്കെ, അപ്പം ആ ബാക്ക്ഗ്രൗണ്ടിന് വ്യത്യാസം കാണുമായിരിക്കും, എൻ്റെ ഫാമിലിയുടെ വ്യത്യാസം കാണുമായിരിക്കും, ഏത് റിലീജിയസ് ആണെന്നുള്ളതിൻ്റെ പലപ്പോഴും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ട്രാൻസിഷൻ ചെയ്യുന്ന ജേർണിയുടെ കാര്യമാണ്, ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ട്രാൻസിഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനും കാര്യത്തിലും പല ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പം കേരളത്തിൽ ട്രാൻസിഷൻ ചെയ്യുന്ന പോലെ ആകണമെന്നില്ല തമിഴ്നാട്ടിൽ, സെയിം ഇന്ത്യയിൽ ചെയ്യണമെന്ന പോലെ ആയിരിക്കില്ല മറ്റ് രാജ്യങ്ങളിൽ. സോ പിന്നെ കാലഘട്ടത്തിന് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു ഈ കാലഘട്ടത്തിൽ എൻ്റെ ട്രാൻസിഷൻ ജേർണി ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് എത്ര റെലവൻ്റ് ആയിരിക്കും എന്നറിയില്ല. ഇപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറും, നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് മാറും. ഇതൊക്കെയാണ് റിയാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അപ്പം ഈ പഴയ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് ഫ്ലാഷ് ബാക്ക് അങ്ങനെയായിരുന്നു അങ്ങനെ പറഞ്ഞാലും ഉപരി ഇപ്പം ഞാൻ എന്താണ് എന്നുള്ള കാര്യം ഈ ഒരു സ്റ്റേറ്റിൽ എൻ്റെ മൈൻഡ് ഏത് രീതിയിലാണ്, ഒബ്വിയസ്ലി ഇപ്പം എൻ്റെ ഒരു മാനസികാവസ്ഥ ഞാൻ പറയുന്ന ജേർണീനെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം പണ്ടത്തെ ഇനിഷ്യൽ ടൈമിൽ ഞാൻ ചിന്തിച്ചതും കരുതിയിരുന്ന കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ വ്യത്യാസമുണ്ടായിരിക്കും. നമ്മൾ വർഷങ്ങൾ കഴിയുന്തോറും അറിവുകൾ കിട്ടുന്ന പല മനുഷ്യരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസം വരുമല്ലോ. പണ്ടത്തെ ഇത് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ എൻ്റെ ഒരു ചിന്താഗതിയും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കുന്നു. പിന്നെ പഴയതൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല, ടു ബി ഓണസ്റ്റ്. എനിക്ക് അത്ര ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത്ര ഓർമ്മയെടുത്ത് ഭയങ്കര ഇത് പറയാമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 2 ദിവസം മുമ്പ് നടന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് അത്ര ഓർമ്മയുള്ള വ്യക്തിയല്ല. പലരും ചെയ്യും സർജറിയുടെ ഹോർമോണിൻ്റെ ഡേറ്റ് ഒക്കെ ചോദിച്ചാൽ ഹോർമോണിൻ്റെ ഞാൻ പിന്നെ ബയോയിലിട്ട് വെച്ചിരിക്കുന്നുണ്ട്, ആ ഓർമ്മയുണ്ട്. സർജറി ഒന്നും ചെയ്ത് എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഏകദേശം ഇന്നൊക്കെ സമയമായിരുന്നല്ലാതെ എനിക്ക് അങ്ങനെ പർട്ടിക്കുലർ ഡേറ്റ് ഒക്കെ ഞാൻ ഓർത്ത് വെക്കുന്നൊരു വ്യക്തിയല്ലെന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നു. പൊതുവെ എല്ലാവരും കരുതുന്നുണ്ട് ട്രാൻസ്ജെൻഡറുകളെ സംബന്ധിച്ച് സർജറി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഒക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഓർക്കും. പലരും അത് ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കാറൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഓർത്ത് വെക്കുന്നൊരു ടൈപ്പല്ല എന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ടുള്ളത്. അപ്പം ട്രാൻസ്ജെൻഡർ വ്യക്തിയാണ്, ട്രാൻസ്മെൻ ആണെന്ന് പറഞ്ഞു ഇത് കാണുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാമെന്ന് അറിയത്തില്ല. സോ ആ ഒരു ബേസ് ഐഡിയ ആദ്യം തന്നെ പറയാമെന്ന് കരുതുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമ്മൾ ശരിക്കും പറയുകയാണ്, എസ്പെഷ്യലി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കാര്യം, ട്രാൻസ് വ്യക്തികൾ വ്ളോഗ് ചെയ്താലാണെങ്കിലും മറ്റ് വ്യക്തികൾ വ്ളോഗ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ പൊതുസമൂഹത്തിലേക്ക് കൂടുതൽ വ്യൂവേഴ്സോ അല്ലെങ്കിൽ ആ ഒരു ഇത് കിട്ടണമെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി പലപ്പോഴും സ്ത്രീയിൽ നിന്ന് പുരുഷൻ, അത് ട്രാൻസ് വ്യക്തികളുടെ വ്ളോഗിങ് മാത്രമല്ല, പലപ്പോഴും ഈ സിസ് ഹെട്രോ എന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡർ അല്ലാത്ത മറ്റ് ലിംഗനൈതിക ന്യൂനപക്ഷത്തിൽ പെടാത്ത മറ്റ് മനുഷ്യർ ശരിക്കും യൂസ് ചെയ്ത് നമുക്കറിയില്ല. ഇപ്പോൾ നിങ്ങൾ വീഡിയോ എടുത്താൽ അറിയാം, ഹോട്ട് ടോപ്പിക്ക് പോലെ എപ്പോഴും ക്യൂർ ആൾക്കാരുടെ വിഷയങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ട്രാൻസ് വ്യക്തികളുടെയൊക്കെ കാര്യങ്ങളൊക്കെ ന്യൂസിലാണെങ്കിലും മറ്റു കാര്യത്തിലൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യും. സ്ത്രീയിൽ നിന്ന് പുരുഷനായി, പുരുഷനിൽ നിന്ന് സ്ത്രീയായി, അങ്ങനെയുള്ള ഒരു ഹാഷ്ടാഗുകളും ടൈറ്റിലുകളും ഒരു അറ്റൻഷൻ കിട്ടുന്ന രീതിയിലായിരിക്കും. പലപ്പോഴും ഈ അതിനെ സംബന്ധിച്ച് ട്രാൻസ്മെൻ എന്നുള്ള രീതി പറയുകയാണെങ്കിൽ ഒരു സ്ത്രീയിൽ നിന്ന് പുരുഷനായി എന്നുള്ള അതൊരു ഫാക്റ്റാണ്. ഒരു ബയോളജിക്കലി പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം, ഇനവേ പറയാം. പക്ഷേ നമ്മുടെ പറയുന്ന കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഓൾവേസ് എൻ്റെ കണ്ടൻറ്റ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി അങ്ങനെ എപ്പോഴും ഞാൻ ഒരു തമ്പനെയിലോ മറ്റു കാര്യങ്ങളിലേക്ക് ഇടാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ല. സോ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പാസ്റ്റ് അല്ലെങ്കിൽ ഞാൻ കടന്നു വന്ന ജേർണി ഒബ്വിയസ്ലി ഭയങ്കര വാലിഡായിട്ടുള്ള കാര്യമാണ്. അതിനെ മറന്നിട്ട് അങ്ങനെ ഒന്നുള്ള രീതിയിലല്ല, പക്ഷേ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിരിക്കും. എപ്പോഴും ഇത് എത്തിക്കാൻ വേണ്ടി എപ്പോഴും പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പേഴ്സണലി എനിക്ക് തോന്നാറില്ല.
സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയതുകൊണ്ടും പിന്നെ പറയേണ്ട ഒരു കോണ്ടെക്സ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നതാണ്. യെസ്, ട്രാൻസ്മെൻ എന്ന ഒരു ഇത് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബയോളജിക്കലി ഒരു സ്ത്രീയുടെ ഇപ്പോൾ പലപ്പോഴും ഇങ്ങനെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ട്രാൻസ്മെൻ എന്ന് പറഞ്ഞാൽ ഈവൻ ഡോക്ടേഴ്സിൻ്റെ പല വീഡിയോസിലാണെങ്കിലും ഹോർമോണൽ ടെസ്റ്റോസ്റ്ററോൺ കൂടുതലായതുകൊണ്ടാണ്, അങ്ങനെയൊക്കെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. പലപ്പോഴും ഇപ്പം ഞാൻ ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെന്നൊക്കെ വീട്ടിൽ പറയുന്ന ആൾക്കാരെ സംബന്ധിച്ച് പെട്ടെന്ന് കൊണ്ട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങൾ ചെയ്യുന്നു, ഹോർമോൺ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ ഫീമെയിൽ ഹോർമോൺ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള തെറ്റായ കാര്യങ്ങൾ പലപ്പോഴും ഇപ്പോഴും നടക്കാറുണ്ട്. സോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. ട്രാൻസ്മെൻ വ്യക്തികളെന്ന് പറഞ്ഞാൽ ബയോളജിക്കലി ഒരു സ്ത്രീയുടെ എന്നുള്ള രീതിയിലുള്ള ബയോളജിക്കലി എങ്ങനെയാണോ ഒരു സിസ്ജെൻഡർ സ്ത്രീ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും അവർ ജനന സമയത്ത്. പിന്നെ വേറെ ഒരു ഭയങ്കര ഡൈവേഴ്സ് ആയതുകൊണ്ട് ഇതിന് വ്യത്യസ്തമായ സാഹചര്യം ഉണ്ടാകാം, ഇല്ലെന്ന് ഞാൻ ആ ഒരു സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. ബട്ട് ഓക്കെ, ആ ഒരു ഇതിൽ നമ്മളെന്തായാലും നമ്മൾ ബയോളജിക്കലി മാത്രമല്ല ആ ഒരു രീതിയിലല്ലാതെ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് സമൂഹം നമുക്ക് ജനിക്കുമ്പം ഒരു സ്ത്രീ ആണെന്നുള്ള ലേബലാണ് ഇട്ട്, സ്ത്രീയുടെ ഒരു സോഷ്യൽ ലൈഫാണ് നമുക്ക് ഇട്ട് തരുന്നതെങ്കിൽ അതിൽ നിന്ന് നമ്മളൊരു തിരിച്ചറിവ്, ഒരു പുരുഷനാണെന്ന തിരിച്ചറിവിലേക്ക് ട്രാൻസിഷൻ ചെയ്ത് നമ്മൾ ആ ഒരു ജേണിയാണ് പൊതുവെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഉണ്ടാകാറുള്ളത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി, സെക്കൻഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു ഔട്ട് സൈഡ് നിൽക്കുന്ന ഒരാൾ എൻ്റെ ഒരു ജേർണി കാണുവാണെങ്കിൽ ഒരു സ്ത്രീയിൽ നിന്ന് ഒരാൾ ഇത്ര പ്രൈമറി ജീവിച്ച് അത് കഴിഞ്ഞിട്ടൊരു പുരുഷനായിട്ടുള്ളൊരു സോഷ്യൽ ലൈഫിലേക്ക് പോയി, അങ്ങനെ ഒരു രീതിയിലായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്മെൻ ആ ഒരു ഐഡൻറ്റിറ്റിനെ മാത്രം വെച്ചിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് മറ്റു ഐഡൻറ്റിറ്റിനെ വേണമെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഞാനൊരു ഭയങ്കര തിയററ്റിക്കലി ഒരു സയൻറ്റിഫിക്കലി ഉള്ള അല്ലെങ്കിൽ ഭയങ്കര അക്കാഡമിക്കലി ഉള്ള ഒരു രീതിയിലൊന്നും അറിയാൻ പോകുന്ന ഒരു ലേമാൻ ലാംഗ്വേജിൽ ആ ഒരു രീതിയിലേക്കാണ് ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്, അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് പറയാനാണ് ശ്രമിക്കുന്നത്. സോ ഈ വീഡിയോയിലൊന്നും ഞാനങ്ങനെ സയൻറ്റിഫിക്കലി പല കാര്യങ്ങൾ സ്റ്റഡീസ് ചെയ്ത് ഈ സ്റ്റഡീസൊന്നും അങ്ങനെ ഒരു സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ നമ്മളൊരു മനുഷ്യൻ്റെ ഒരു ചിന്താഗതി കൊണ്ട് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ള രീതിയിൽ വെച്ചാണ് പറയുന്നത്. നമ്മൾ നോക്കുക, ഒരു ട്രാൻസ്മെൻ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി മെയിലാണെന്ന് പറഞ്ഞാലും ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓൾവേസ് അതൊരു അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഐഡിയ ഇനി ആൾക്കാർക്ക് പലപ്പോഴും എടുക്കാൻ പറ്റാറില്ല. നമ്മൾ നോക്കുക, ഇപ്പോൾ ഒരു പുരുഷനെന്നുള്ള രീതിയിൽ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ എടുക്കുക, അതിൽ സിസ് ജെൻഡർ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റേതായിട്ടുള്ള ബയോളജിക്കലി അല്ലെങ്കിൽ സൊസൈറ്റി പുരുഷൻ എന്നുള്ള ജനന സമയത്ത് തന്നെ ലേബൽ ചെയ്യുന്നു, ആ രീതിയിൽ അവർ ജീവിച്ചു പോകുന്നു. അവരതിൽ നിന്നൊരു അതാണ് അവരതിൽ ഫിറ്റ് ചെയ്ത്, അതാണ് അവരുടെ ഐഡൻറ്റിറ്റി എന്നുള്ള രീതി അവർക്ക് ആ ഒരു ലൈഫിൽ അവർ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്ററിൻ്റെ വ്യക്തികൾ തന്നെയാണ് നമുക്കറിയാം മനുഷ്യൻ ബയോളജിക്കലി ആണെങ്കിലും അല്ലാത്ത രീതിയിൽ ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള വ്യക്തികളാണ്. നമുക്കറിയാം ഇപ്പോൾ സിസ്റ്ററിൻ്റെ പുരുഷന്മാരിൽ തന്നെയാണെങ്കിലും ടെസ്റ്റോസ്റ്ററോൺ കുറവുള്ള വ്യക്തികളും കുറവുള്ള വ്യക്തികളും, ഞാൻ കഴിഞ്ഞ ഇടയിലൊക്കെ ഒരു വ്യക്തിയുടെ വ്ളോഗ് കണ്ടത്, പുള്ളി സിസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തിയാണ്, പുള്ളിക്ക് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പ്യൂബർട്ടിയൊക്കെ ഭയങ്കര ലേറ്റായിട്ടാണ് ഇപ്പം പുള്ളി ടെസ്റ്റോസ്റ്ററോൺ എടുക്കുന്നുണ്ട്, ആ ഒരു ഹോർമോൺ തെറാപ്പിയിലേക്ക് പുള്ളി പോയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഈ സിസ്റ്ററിൻ്റെ വ്യക്തികളാണെങ്കിലും ഇപ്പം ചിലപ്പോൾ ഇൻ്റർസെക്സ് ആയിട്ടുള്ള മനുഷ്യരും ആ കാര്യത്തിൽ ഉൾപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ സമൂഹം ഇപ്പോഴാണെങ്കിലും ഈ രീതിയിലാണെങ്കിലും പുരുഷനായിട്ട് അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ബാറ് വെച്ചിട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്ന ഹൈറ്റിൽ ഡിസ്ട്രാക്ഷൻ ഒന്നും ഉണ്ടാവേക്ക് പോയി. അപ്പോൾ പുരുഷൻ എന്ന് പറഞ്ഞ ഐഡിയയിൽ ഇപ്പോഴാണെങ്കിലും ഈ 2025 പുരുഷൻ എന്നുള്ള ഐഡിയയ്ക്ക് ഭയങ്കര ഡെഫിനേഷൻ സൊസൈറ്റി കൊടുത്തിട്ടുണ്ട്. വോയിസിൽ പോലും ഉണ്ട്, ഭയങ്കര പൗരുഷം, ആ ഒരു മസ്കുലിൻ വോയിസ് ഉണ്ടാകണം, അല്ലെങ്കിൽ ഇന്ന ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കണം. ഈ പറയുന്ന പോലെ സിസ്ജെൻഡർ ഇപ്പം പലപ്പോഴും പുരുഷന്മാർ ട്രാൻസ്മെൻ ആൾക്കാർ പുരുഷനായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, ഭയങ്കര മൂക്കിന്ന് കുറേ ആൾക്കാരും ഉണ്ട്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാരും ഉണ്ട്. പക്ഷെ നമ്മൾ ആ നോക്കുമ്പോഴൊക്കെ ആണെങ്കിലും ശരിക്കും സിസ്ജെൻഡർ ഉള്ള ആൾക്കാരിൽ തന്നെ ഇവർ പല ആൾക്കാരെയും നോക്കിയാറുണ്ട്. സെൽഫായിട്ട് ശരിക്കും പറഞ്ഞ് ഇന്ന ഫിറ്റ് ചെയ്തില്ല. ഇപ്പം തന്നെ വോയിസിൻ്റെ കാര്യത്തിൽ, ഫിസിക്കൽ അപ്പിയറൻസിൻ്റെ കാര്യം, ടെസ്റ്റോസ്റ്ററോൺ, അതിൻ്റെ ഇപ്പം ബോഡി ബിൽഡേഴ്സിൻ്റെ ഒക്കെ പല വീഡിയോസിലാണെങ്കിൽ ജനറ്റിക്കലി ഗിഫ്റ്റ് ഇതേക്കൂട്ട് എന്തോ ഈ പറഞ്ഞ ആൽഫ മെയിൽ കാറ്റഗറി പെടാത്തവരൊക്കെ, സിംപ്ലി പറഞ്ഞ ആൽഫ മെയിൽ കാറ്റഗറിയുടെ ആ ഒരു പാരാമീറ്റേഴ്സിൽ പെടാത്തവരെയൊക്കെ പുരുഷനായിട്ട് അക്സെപ്റ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഇപ്പം ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ളവരെ പാവാട അങ്ങനെ എന്തോ രീതിയൊക്കെ പറയണം. അപ്പം ശരിക്കും ഈവൻ ഗേ ആയിട്ടുള്ള സിസ്ജെൻഡർ പുരുഷനായിട്ടുള്ള ആ ഒരു സെക്ഷുവാലിറ്റി, സ്ത്രീയോട് അട്രാക്ഷൻ ഇല്ലാത്ത എല്ലാ പുരുഷന്മാരും പൗരുഷമുള്ളവരല്ല, പുരുഷന്മാരല്ല എന്നുള്ള
അപ്പോൾ എപ്പോഴും ഒരു കാറ്റഗറൈസേഷൻ, ഈവൻ സിസ്ജെൻഡർ വ്യക്തികളിൽ തന്നെ പല പല കാറ്റഗറൈസേഷനുണ്ട്. അപ്പം അങ്ങനെ പുരുഷൻ എന്നുള്ള ഒരു ഐഡിയ തന്നെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. അതിൽ നിന്ന് ഇച്ചിരി കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളാണ് ട്രാൻസ്മെൻ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ തന്നെയാണ്. പക്ഷേ ബയോളജിക്കലി ഒരു സ്ത്രീയുടേതായിട്ടുള്ള ഒരു ഇതിൽ ജനന സമയത്ത് അടയാളപ്പെടുത്തുകയും ആ രീതിയിലേക്ക് പോകുന്നു. സോ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ബേസ് പുരുഷൻ എന്നുള്ള ഒരു ഇത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ പല പല രീതിയിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. അപ്പോൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോഴത്തേക്ക് സിസ്ജെൻഡർ വ്യക്തികൾ റിയൽ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ അൺറിയൽ, അല്ലെങ്കിൽ ഫേക്ക്, ഡ്യൂപ്ലിക്കേറ്റ്, എനിക്ക് അങ്ങനെയാണ് കമൻറ്റുകൾ പലപ്പോഴും വരാറുള്ളത്. ആ രീതിയിലേക്കാണ്. പക്ഷേ ഇതെല്ലാം ബേസ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. നമുക്കൊരു പുരുഷൻ എന്നുള്ളൊരു അണ്ടർലൈൻ ചെയ്തിടുവാണെങ്കിൽ അതിൻ്റെ താഴെ വരുന്നത് എല്ലാവരും പുരുഷന്മാരാണ്. അപ്പോൾ സിസ്ജെൻഡർ ആയിട്ടുള്ളവരാണെങ്കിലും ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവരും പുരുഷന്മാർ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വ്യത്യസ്തത അനുസരിച്ച് ഇന്നവരെ മാത്രമേ പുരുഷനായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു ഇത് കാറ്റഗറൈസേഷൻ വന്ന നമ്മുടെ സ്റ്റീരിയോടിപ്പിക്കലായിട്ടുള്ള പല കാര്യങ്ങൾ വരുമ്പോഴാണ് എങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത്. അപ്പം പലപ്പോഴും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ സിസ്ജെൻഡർ വ്യക്തികൾ ഇപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ കുറവുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഹൈറ്റിൻ്റെയോ ഈവൻ പുരുഷലിംഗത്തിൻ്റെ അളവ് വെച്ചിട്ട് പോലും നമ്മൾ പലപ്പോഴും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതിനവർ പൗരുഷം അളക്കുന്നതും ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള പുരുഷന്മാരെ പുരുഷനായിട്ട് കാണാത്ത രീതിയിൽ അതെന്തോ കുറവുള്ള ഒരു രീതി, അങ്ങനെയാണ് ഭയങ്കര രീതിയിൽ ഈ പാട്രിയാർക്കിയുടെ എല്ലാ പൊതുവേ പറയുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ഇതല്ല റിയാലിറ്റി. ഒത്തിരി ബുദ്ധിമുട്ടുകൾ പുരുഷന്മാർ നേരിടാറുണ്ട്. അതൊക്കെ ഞാൻ ഈ ഒരു സോഷ്യൽ ട്രാൻസാക്ഷൻ ജേണിയിലൂടെയാണ് അതൊക്കെ പലതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതും കൂടി ഒന്ന് സൂചിപ്പിക്കുകയാണ്. സോ പുരുഷൻ എന്നുള്ള ഐഡിയയുടെ കീഴിൽ വരുന്നതാണ് ഇതെല്ലാം. ഇപ്പോൾ ബയോളജിക്കലി ആയിട്ടുള്ള വ്യത്യസ്തതയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റ് വ്യത്യസ്തതയെ പറ്റി നമ്മൾ പല പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നു. ചിലതിനെ നമ്മൾ എടുക്കും. അപ്പം നമ്മുടെ ചിന്താഗതിയിൽ ഏതൊക്കെ അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുമോ അങ്ങനെയുള്ളത് മാത്രം ഉൾക്കൊള്ളുന്നു, അങ്ങനെയുള്ളതിനെ മാത്രം പുരുഷനായിട്ട് എടുക്കുന്നു എന്ന് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ടെന്നും കുറേ കാര്യങ്ങളുണ്ടെന്നും നമ്മൾ ആ ഒരു ഐഡിയ അത് മതി. ഒരു ചിന്താഗതി കുറച്ച് ഓപ്പൺ ആക്കി വെച്ചാൽ മാത്രം മതി എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. സോ ഇത് പറഞ്ഞു നമ്മൾ പുരുഷന്മാരുടെ കാര്യം മാത്രമല്ല, ഇതിപ്പോൾ പുരുഷന്മാരാണ്, അവരെ മനസ്സിലാക്കണം, അക്സെപ്റ്റ് ചെയ്യണം, ആ ഒരു ഇതിൽ അല്ല ഞാൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്തത പുരുഷന്മാരിൽ എല്ലാ മനുഷ്യരും വ്യത്യസ്തരാണ്. ബയോളജിക്കലി ആണെങ്കിലും ഫിസിക്കലി മെൻ്റലി ആണെങ്കിലും എല്ലാ രീതിയിലും മനുഷ്യന്മാർ മാത്രമല്ല, ജീവജാലങ്ങൾ എല്ലാവരും വ്യത്യസ്തരാണ്. അപ്പം അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം പുരുഷന്മാരുടെ കാര്യം മാത്രം മനസ്സിലാക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ കുറവുള്ള സിസ് പുരുഷന്മാരുണ്ട്, അവരെയും ആണെങ്കിലും ശാരീരികമായിട്ട് വ്യത്യസ്തതയുള്ള പുരുഷന്മാരുണ്ട്, അവരും പുരുഷന്മാരാണ്. എല്ലാവരെയും നമ്മൾ മൈൻഡ് സെറ്റപ്പ് നമ്മുടെ മാറ്റേണ്ട ഒരു ആവശ്യകതയാണ് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുന്നത്. സോ ആ ഒരു ഇത് കഴിഞ്ഞു. പിന്നെ പൊതുവേ ഉള്ളത് സെക്സ്, ജെൻഡർ, സെക്ഷുവാലിറ്റീനെ കുറിച്ച് പൊതുവെ ആൾക്കാർക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. പല ക്യൂർ ആൾക്കാരെ അല്ലെങ്കിൽ ട്രാൻസ് വ്യക്തികളുടെ ഇൻ്റർവ്യൂസിലൊക്കെ നമ്മൾ സെക്ഷുവാലിറ്റീനെയൊക്കെ ജെൻഡർ ഐഡൻറ്റിറ്റി ആയിട്ട് അങ്ങ് ഓവർലാപ്പ് ചെയ്തിട്ട് അവർക്ക് അത് പ്രോപ്പറായിട്ട് പിച്ച് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് തോന്നിയിട്ടുണ്ട്. സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ പേര് പോലെ തന്നെ ഒരു അട്രാക്ഷൻ്റെ ബേസിൽ നമ്മൾ ആരോട് അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പൊതുവെ അത് ഡിഫൈൻ ചെയ്യാറുള്ളത്. ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഇതിനെയാണ്. സെക്സ് പൊതുവെ ബയോളജിക്കലി ഉള്ള ഇതിൻ്റെ ബേസിലാണ് പറയാറുള്ളത്. ഇത് 3 ബേസ് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇന്നാന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് കാണുന്ന ഏതെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യാൻ അറിയുന്ന താല്പര്യപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ല ആരാണെങ്കിലും ഇതൊക്കെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം എന്നുള്ള ഇതുണ്ട്. അപ്പം നമ്മൾ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പല വ്ളോഗേഴ്സ് ആണെങ്കിലും ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്ത്രീയോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ ഒരു സമയത്ത് ഞാൻ ട്രാൻസ്മെൻ ആണെന്ന് മനസ്സിലായത്. അപ്പോൾ അതൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളൊരു ബേസ് ഐഡിയ ഒരു പ്രോപ്പറായിട്ടില്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി തെറ്റിദ്ധാരണ പടർത്തത്തുള്ളൂ. സോ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ജെൻഡറും സെക്ഷുവാലിറ്റി ഡിഫറൻ്റ് ആണ്. ഞാൻ ഒരു പുരുഷനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമെങ്കിലും എൻ്റെ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞാൽ ഗൈനി സെക്ഷനാണ്. എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് അറിയില്ല. പൊതുവെ അപ്പം അതങ്ങനെ വന്നിട്ടില്ല. ലെസ്ബിയൻ, ഗേ, ഹോമോസെക്ഷൽ അങ്ങനെയൊക്കെ സ്റ്റോറേജ് ഇഷ്യൂ വരും. അപ്പോൾ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തിട്ട് വേണം ബാക്കി വീഡിയോ ചെയ്യാൻ. ആ ഒരു ഇത് കൊണ്ടാണ് ഇങ്ങനെ കട്ടിങ് വരുന്നത്. അപ്പം ഇത്രയൊക്കെ കേൾക്കാറുള്ളൂ. ബൈസെക്ഷൽ വരെയോ പാൻസെക്ഷൽ അത്രയൊക്കെ ആൾക്കാർ കേൾക്കാറുള്ളൂ. മറ്റ് സെക്ഷുവാലിറ്റീനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ നമുക്ക് ഭയങ്കര ഡൈവേഴ്സായിട്ട് തന്നെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള സെക്ഷുവാലിറ്റിയും അട്രാക്ഷനുള്ള ഒത്തിരി മനുഷ്യന്മാരുണ്ട്. ഞാൻ എൻ്റെ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ പൊതുവേ ട്രാൻസ്മെൻ വ്യക്തികൾ സ്ത്രീകളോട് മാത്രം അട്രാക്ഷൻ, അല്ലെങ്കിൽ ഇപ്പം പുരുഷനോട് അട്രാക്ഷനുള്ള ട്രാൻസ്മെൻ വ്യക്തികളെ പിന്നെ എന്തിനാണ് ട്രാൻസിഷൻ ചെയ്യുന്നതെന്നും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈവൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി തന്നെ കുറേ ഇങ്ങനത്തെ തെറ്റിദ്ധാരണകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിക്കുകയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ, ഞാൻ പല കാര്യങ്ങളാണെങ്കിലും
എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും പറയുന്നത്. ഇന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ രീതിയിൽ എടുക്കണം എന്നും എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇപ്പം നമ്മളൊരു ബേസ് ഐഡിയ ഒക്കെ ട്രാൻസിന് ആൾക്കാരെല്ലാം ഹെറ്ററോസെക്ഷലാണ്, സ്ത്രീകളോട് മാത്രം അട്രാക്ഷൻ ഉള്ളെന്ന രീതിയിൽ പറയുമ്പോഴത്തേക്കും അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരാൾ വന്നാൽ ആ ഐഡിയ പോയല്ലോ. ആ ഒരു രീതിയിൽ ഈ പറയുന്ന പല കാര്യങ്ങളാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പല ട്രാൻസ് വ്യക്തികളുടെ അവരുടെ ലിവിങ് എക്സ്പീരിയൻസോ പല കാര്യങ്ങളും ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു ബിലീഫിനെ അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബിലീഫിന് എന്തോ ഇതുണ്ട്, അത് നിങ്ങൾ മാറ്റണം, അത് കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ള കാര്യമാണുള്ളത്. ഇതേപോലെയാണ് എനിക്ക് പറയുന്നത്. ഓക്കെ, ഇപ്പം എന്ത് ഷെയർ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു കോൺട്രഡിക്ഷൻ വന്ന ഒരു ചിന്താഗതിയെ നിങ്ങൾ ഒന്ന് കൂടുതൽ അടുത്തറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കണം എന്നുള്ളൂ. ആ ഒരു രീതി വേണം. ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു മേ ബി എക്സാം രീതിയിലായിരിക്കും, അല്ല ജനറലി ഇന്നതാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിരിക്കില്ല എന്ന് ആശയത്തിട്ട് പറയുകയാണ്. ഓക്കെ, എനിവേ, ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ബേസ് ഐഡിയ തന്നെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഞാൻ എങ്ങനെ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ എൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കി എന്നുള്ള കാര്യം, ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സ്ത്രീ എന്നുള്ളൊരു സോഷ്യൽ ലൈഫിൽ എൻ്റെ പേരൻസ് ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് അസൈൻ ചെയ്ത് തന്നിരുന്നത്. ഞാൻ പിന്നെ ട്രാൻസ്മെൻ ഇങ്ങനെതാണ് അല്ലെങ്കിൽ മറ്റ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ഇങ്ങനെയാണ് അങ്ങനെ ഒരു ഡെഫിനിഷൻ വൈസ് ഇങ്ങനെ പറയാൻ കരുതുന്നില്ല. ഡെഫിനിഷൻ പറയേണ്ട ആവശ്യമില്ലെന്നാണ് തോന്നിയോണ്ടാണ്. കാരണം ഗൂഗിൾ ചെയ്താലൊക്കെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ ജസ്റ്റ് ഒരു ഇൻട്രോ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് എല്ലാ കാര്യത്തിനും ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഈ ഡോക്യുമെൻറ്റ്സിൽ വെച്ച പോലെ ഇങ്ങനത്തെ പക്ക ഡെഫിനിഷത്തിലേക്കൊന്നും പോകുന്നില്ല. സിംപ്ലി ട്രാൻസ്മെൻ വ്യക്തിയെ ഞാൻ പറയുമ്പോൾ എക്സ്പീരിയൻസും ഫീലിങ്സും പല കാര്യങ്ങളായിരിക്കും. ഓൾറെഡി അറിയാവുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു ഗ്യാപ്പ് എന്തായാലും കാണും വീഡിയോസിൽ. ഫസ്റ്റ് വീഡിയോയുടെ ഇതിൻ്റെ മാത്രമാണ്. ഇനി ഇത് കുറച്ചും കൂടി ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് സംസാരിക്കാൻ തോന്നി. ഇത് ഞാൻ ജസ്റ്റ് കാട് കയറി കുറച്ച് അവിടെ ഇവിടെ മിസ്സിങ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതെനിക്ക് തന്നെ അറിയാം. അപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇത് സെറ്റാക്കിയിട്ട് ചെയ്യാമെന്ന് കരുതുന്നു. സോ സിമ്പിളായിട്ട് പറയുകയാണ്, ട്രാൻസ്മെൻ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി ഒരു സ്ത്രീയുടേതായിട്ടുള്ള, കാരണം ഇങ്ങനെ പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും ട്രാൻസ്മെൻ ആണെന്ന് വീട്ടിൽ പറയുമ്പോഴത്തേക്കും പേരൻസ് പലപ്പോഴും മെൻസ്ട്രേഷനൊക്കെ ആകാറുണ്ടല്ലോ, അല്ലെങ്കിൽ പല കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കും അതുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞല്ലോ. ഞാൻ ഇനിയാണെങ്കിലും പറയുന്നത് കുറച്ച് മിസ് ഔട്ട് ആയിട്ടുള്ള പോയിന്റ് ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നതാണ്. മാരേജിൽ റേപ്പിലാണെങ്കിലും ഫോഴ്സ്ഡ് മാരേജസിലാണെങ്കിലും പല കാര്യത്തിനൊക്കെ ആൾക്കാർ ഫോഴ്സ് ചെയ്യുന്നതിന് മെയിൻ കാരണം ഓൾവേസ് ബയോളജിക്കലി നമ്മൾ എന്തെങ്കിലും ഒരു വാലിഡേഷൻ നോക്കുന്നുണ്ടാണ്. കണ്ണുകൊണ്ട് കണ്ടാലേ നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു രീതി വരുമ്പോഴാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത പല കോൺസെപ്റ്റുകളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു മനസ്സിലാകാത്തതിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് മാരേജ് കഴിഞ്ഞിട്ട് കൊച്ചായിട്ട് വന്ന ട്രാൻസ്മെൻ വ്യക്തി വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ലൈഫ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആകുന്നതിന് മുമ്പ് ഇപ്പോൾ ഇത് കാണുന്ന പേരൻസ് ആണെങ്കിലും മറ്റു വ്യക്തികളുണ്ടെങ്കിലും ലൈഫ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആകാതെ കുറച്ച് ഹാർഡ് ഡിസിഷൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാതെ ഒരു വ്യക്തി പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ, അത് അറിയത്തില്ലാത്ത കാര്യം ലേൺ ചെയ്യാനോ ആൾക്കാർ വില്ലിങ് ആയ പല ഇഷ്യൂസ് ഒഴിവാകാവുന്നതേ ഉള്ളൂ. ട്രാൻസ്മെൻ ആയിട്ടുള്ള വ്യക്തിയോട് എനിക്ക് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഞാൻ ഒരു പുരുഷനാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി കോംപ്ലിക്കേറ്റഡ്. ബിക്കോസ് നമ്മുടെ ഈ ലോകത്തുള്ള ഒരു മനുഷ്യരും പുരുഷരാണെന്ന് നമ്മൾ പുരുഷനാണെങ്കിലും ഓൾവേസ് ആൾക്കാരെ ഒരു ബോഡി ഉള്ള ഒരു അപ്പിയറൻസ് ബേസ്ഡ് അല്ലെങ്കിൽ ബോഡിയുടെ ബേസ് മാത്രമാണ് ആൾക്കാർ അനലൈസ് ചെയ്യുന്നത്. അവരെയും തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ലേൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം, എൻ്റെ പേരൻസിനെ ആണെങ്കിലും ലേൺ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. ഇനി അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ എന്നുള്ള സോഷ്യൽ ഇപ്പം ഞാനൊരു ഏതെങ്കിലും ഒരു ഏജിൽ ഞാൻ പുരുഷനാണെന്ന് തിരിച്ചറിവ് വീട്ടുകാരോട് പറഞ്ഞാലും അല്ലെങ്കിൽ ആരോടൊക്കെ പറഞ്ഞാലും അങ്ങനെയല്ല, സ്ത്രീയാണെന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഫിസിക്കലി എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ തന്നെ സപ്പോസ് ചെയ്യാനും അല്ലെങ്കിൽ ആ അസൈൻ ചെയ്തിട്ടുള്ള ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സർവൈവൽ മോഡായിരിക്കും നമ്മൾ. പലപ്പോഴും എനിക്ക് തോന്നുന്നു ട്രാൻസിഷൻ മുമ്പുള്ള പല ജേണി പറയാൻ പല ട്രാൻസ്ജെൻഡർ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സർവൈവൽ ജേണി ആയിരിക്കും അതൊക്കെ തന്നെ. സോ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കറിയാം നമ്മൾ ഇതാണെന്ന്, പക്ഷേ അത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ആ ഒരു ജേണി. കാരണം എല്ലാവരും നമ്മൾ വഴി മറ്റുള്ളവരിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അത് വെറുതെ പറയണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ചോയ്സ് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ വഴി നമ്മൾ ജനറേറ്റ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അല്ല ഇങ്ങനെയല്ല ബിഹേവ് ചെയ്യുന്നത്, ഇങ്ങനെയല്ല എസ്പെഷ്യലി നമുക്ക് സ്ത്രീ ബിഹേവ് ചെയ്യാൻ ബിഹേവ് ചെയ്യാൻ അതിൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് പിങ്ക് അതേക്കുറിച്ച് ബ്ലൂ എന്നുള്ള രീതി കാറ്റഗറൈസ് ചെയ്യുന്നത് തന്നെ നമുക്കറിയാം. നമ്മൾ വ്യത്യസ്തം നമുക്ക് ചെറുപ്പം തന്നെ മനസ്സിലാകും. പക്ഷേ ആ ഒരു ലേബലിംഗിലേക്ക് തിരിച്ചറിവിലേക്ക് എത്തുന്നതിൻ്റെ ഒരു താമസം മാത്രമേ ഉള്ളൂ. ചെറുപ്പം തന്നെ നമ്മുടെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പല വ്ളോഗിങ് കണ്ടിട്ടുള്ള സ്പെഷ്യൽ ട്രാൻസ്മെൻ ആൾക്കാരുടെ കൂടുതൽ പറയുന്ന എൻ്റെ ജേർണി വെച്ചാൽ ഇത് കാണുന്ന ട്രാൻസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ട്രാൻസ്മസ്കുലിൻ വ്യക്തികൾക്ക് ആ ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ സ്ത്രീകളോട് കൂടെ കളിക്കാൻ താല്പര്യമില്ല, പെൺകുട്ടികളോട് കളിക്കാൻ താല്പര്യമില്ലായിരുന്നു, എപ്പോഴും ബോയ്സിൻ്റെ കൂടെ കളിക്കാനായിരുന്നു താല്പര്യം, അങ്ങനെ ഇന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു. കളിപ്പാട്ടങ്ങളുടെ കാര്യത്തിലാണ് പല കാര്യത്തിലും. ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊക്കെ ഒരു
നമുക്ക് ഇതാണ് കളികളാണെങ്കിലും ഇപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിൽ ബോയ്സിന് പുരുഷന്മാരുടെ ക്രിക്കറ്റിന് കൂടുതൽ സ്വീകാര്യത കിട്ടുന്ന ആ ഒരു രീതിയിലുണ്ടല്ലോ. അപ്പോൾ എല്ലാത്തിലും ഒരു സമൂഹം നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് പോകേണ്ടായിരിക്കും പല ആൾക്കാരും അങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടുള്ളത്. പക്ഷേ ഞാനിത് ഇപ്പോഴത്തെ ഒരു ചിന്താഗതി കൊണ്ട് മാത്രം പറയുന്നതല്ല. എനിക്ക് ആക്ച്വലി അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും കംഫർട്ട് എന്ന് പറയുന്ന സ്ത്രീകളുടെ ആ ഒരു സ്പേസാണ് എനിക്ക് ഭയങ്കര, മേ ബി ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യത്തിൻ്റെയും അതൊക്കെ കൊണ്ടായിരിക്കാം. പിന്നെ കളിയുടെയൊക്കെ കാര്യമാണ് പറയുകയാണെങ്കിൽ എല്ലാവരുമായിട്ട് അടുത്തുള്ള പിള്ളേരൊക്കെ ആയിട്ടുള്ളൂ കളിക്കാറുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പലരും ഞാൻ ട്രാൻസ്ജെൻഡർ ആണ് എനിക്കങ്ങനെ മനസ്സിലാക്കണം അങ്ങനെയുള്ള ഒരു ഇതിലുണ്ട്. നമുക്ക് ഡീപ്പ് ഇൻസൈഡ് അറിയാം. പക്ഷേ ഞാൻ പറയില്ല, പല മനുഷ്യന്മാർ വർഷങ്ങളോളം നമുക്കതല്ല അല്ലാതും പിന്നെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിപ്പിച്ച് തരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അൺലൈൻ ചെയ്തിട്ട് നമ്മൾ അടി കിടക്കുന്ന സാധനത്തിലെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ടാസ്ക്. ശരിക്കും പറഞ്ഞാൽ സെക്സ് എഡ്യൂക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ സ്കൂൾ കോളേജ് ആ ഒരു രീതി ചെറുപ്പം തന്നെ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള ലേണിങ് അപ്പം തന്നെ കിട്ടുമായിരുന്നു. അതാണ് പലരും സംസാരിക്കുന്നത്. ഇതിപ്പം ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയോ അല്ലെങ്കിൽ ക്യൂർ വ്യക്തികളുടെയോ മാത്രമല്ല, സിസ്റ്ററായിട്ടുള്ള വ്യക്തികൾ പോലാണെങ്കിലും പല, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വ്ളോഗ് കണ്ടത്, വ്യക്തിക്ക് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട് അല്ലെങ്കിൽ ഏർലി സമയം തന്നെ ഇത് തിരിച്ചറിയുമായിരുന്നെങ്കിൽ അതനുസരിച്ച് ചെയ്യായിരുന്നു എന്നുള്ള രീതി. ഇപ്പോൾ പുള്ളിക്ക് 30+ ഉണ്ട്, പക്ഷേ പുള്ളി ഈ പറയുന്ന പോലെ ഒരു പ്യൂബേർട്ടി ഏർലി ടൈം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത് പറഞ്ഞാൽ പുള്ളിയുടെ പേരൻസിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു, അല്ലെ പുള്ളിക്ക് അത് ലേൺ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ലേറ്റായിപ്പോൾ ഇപ്പോഴാണ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കുണ്ടായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെയാണ് പുള്ളി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതോടൊപ്പം ഈ മതത്തിൻ്റെ കുറേ പുറകെ പോയി അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. അതാണ് പ്രോപ്പറായിട്ട് നമുക്ക് ലേൺ ചെയ്യാനുള്ള, ഇപ്പം കുറച്ചും കൂടി ഓൺലൈനാണെങ്കിലും പല കാര്യങ്ങളാണ്, ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്. അതിലാണെങ്കിലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാരും ക്യൂർ വിഷയങ്ങളൊക്കെ സെല്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. കൂടുതൽ എനിക്കറിയാം 1 മില്യൺ 2 മില്യൺ ഒക്കെ ഭയങ്കര ഫോബിക്കായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ആൾക്കാരത് സെലിബ്രേറ്റ് ചെയ്യുന്നു. അറിയത്തില്ല, എനിക്ക് സീരിയസ്ലി അതിൻ്റെ ലോജിക്ക് ആൾക്കാരുടെ ചിന്താഗതി എനിക്കിപ്പോഴും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തിന് വേണ്ടിയാണ് മറ്റു മനുഷ്യന്മാരെ കളിയാക്കിയിട്ട് എന്ത് ആണ് നേടാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. കുറേ വ്യൂസ് കിട്ടുമായിരിക്കും, കമൻറ്റ്സ് കിട്ടുമായിരിക്കും, ചിലപ്പം അതേ ചിന്താഗതികൾ കുറേ ഫോബിക്കായിട്ടുള്ള മനുഷ്യന്മാരുടെ സപ്പോർട്ട് കിട്ടുമായിരിക്കും. ആണ് കോളേജ് ടൈമൊക്കെ എനിക്ക് തന്നെ പലരും ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ജേർണി പറയുമ്പോഴത്തേക്ക് എനിക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പലതും ഞാൻ ഓർക്കാത്തതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പൊതുവേ ഞാനൊരു ഹാപ്പി ടൈപ്പ് പേഴ്സണാണ്. എനിക്ക് ഒട്ടും പറ്റത്തില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ പൊതുവെ മറന്നു പോകും. ഇപ്പോൾ ശരിക്കും ഞാൻ അങ്ങനെ മറന്നു, ഞാൻ ഓർക്കത്തില്ല. അങ്ങനെ ഒരു ടൈപ്പ് മനുഷ്യനെയാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് സ്കൂളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഒബ്വിയസ്ലി കാണുമായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. സ്കൂളിലൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ചെറിയ ഓർമ്മയൊക്കെയുള്ളെങ്കിൽ അത് പറഞ്ഞ് ട്രാൻസ്ജെൻഡർ വ്യക്തി എന്ന രീതിയിലല്ല, സൊസൈറ്റി ഇങ്ങനെ സ്ത്രീ ഇങ്ങനെ ബിഹേവ് ചെയ്യണം, പുരുഷന്മാർ ഇങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരിത് വരുന്ന, എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇഷ്യൂ ആണ്. എന്നെ സംബന്ധിച്ച് സ്കൂൾ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഷോർട്സൊക്കെ ഇടുന്നതിനൊക്കെ തന്നെ അയൽവക്കംകാരൊക്കെ കമൻറ്റ് പറയുകയും ഇതാണ് അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഈവൻ ഹോസ്റ്റലൊക്കെ പോയപ്പോൾ തന്നെ ഞാനൊരു ഡിഗ്രി പഠിച്ച ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് പാവനാത്മ കോളേജ് മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ കുറച്ചാണ് ഞാൻ ഹോസ്റ്റലിൽ വീട്ടുകാർ എറണാകുളത്തേക്ക് റീലൊക്കേറ്റ് ചെയ്തപ്പോൾ താമസിച്ചിരുന്നു. സിസ്റ്ററാണെങ്കിൽ ഞാൻ ഷോർട്സ് ഇടുന്നതിനൊക്കെ ഭയങ്കര ഇത് പറയായിരുന്നു. ഭയങ്കര ഇതാണ് ട്രീറ്റ്മെൻറ്റ്. എനിക്ക് ഓർമ്മയുണ്ട് കോളേജിൽ എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ ബൈക്കിൽ കയറി, ഇപ്പം എനിക്കൊന്ന് ആ പയ്യനാണെങ്കിലും അവനാണെങ്കിലും തന്നെ പറഞ്ഞിരിക്കുന്നത് ചെരിഞ്ഞിരുന്ന് വരാവുള്ളൂ, ക്രോസ് ചെയ്തിരിക്കാൻ പാടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞത് പല കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇത് ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ മാത്രമല്ല, സൊസൈറ്റി ഇങ്ങനെ ഫിക്സ് ചെയ്ത് സ്റ്റീരിയോടിപ്പിക്കലായിട്ടുള്ള ഒന്നും നമുക്കങ്ങ് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് പറഞ്ഞു തരുമ്പോഴത്തേക്കും ആ ജെൻഡർ റോൾസിലേക്കും അത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റാത്തതിന് കുറേ കാര്യങ്ങളിലേക്കാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു സ്കൂളിൽ അതേപോലെ ഞാൻ കേട്ടിട്ടുള്ള ട്രാൻസ്ജെൻഡറുകളുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള സാഹചര്യം. അവർ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആകാണ്ട് നേരത്തെ തന്നെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന്, കോളേജിൽ ബുള്ളി ചെയ്ത് ഹരാസ്മെൻറ്റ് ചെയ്ത്, എനിക്കൊന്ന് പലതും ഞാൻ കേട്ടിട്ടുള്ള ഫെമിനിൻ ആൾക്കാരുടെ ട്രാൻസ് സ്ത്രീകളുടെയും അങ്ങനെയുള്ള മനുഷ്യരുടെയും കേട്ടിട്ടുണ്ട്, ട്രാൻസ് പുരുഷന്മാരുടെയും ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതെന്താ വരുന്നതെന്ന് വെച്ചാൽ പൊതുവെ പൗരുഷമുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു ഇന്നവേ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്, പക്ഷേ അത് പൂർണ്ണമായിട്ടുള്ളൊരു അക്സെപ്റ്റൻസ് ആയിട്ട് ഞാൻ കരുതുന്നില്ല. അത് വേറൊരു തരം ഇഷ്യൂസ് ഉണ്ട് അതിൽ. അത് പൊതുവെ എനിക്ക് പലപ്പോഴും ട്രാൻസ് സ്ത്രീകളുടെ ഇഷ്യൂസ് മാത്രം ഒരു ഡിസ്കഷനിലേക്ക് അതിൻ്റെ ഇതൊക്കെ ഹൈലൈറ്റഡ് ആയിട്ട് വരാറുള്ളൂ, ട്രാൻസ് പുരുഷന്മാരുടെ വരാറില്ല. പക്ഷേ ട്രാൻസ് പുരുഷന്മാരുടെ ആളെ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി ഹരാസ്മെൻറ്റൊക്കെ നേരിട്ട് സ്കൂളുകളൊക്കെ മാറേണ്ടതും കോളേജുകൾ മാറേണ്ടതും. പിന്നെ നമുക്കറിയാം, എനിക്കൊന്ന് എൻ്റെ കോളേജിലൊക്കെ ആണെങ്കിൽ ആ സമയത്ത് അഡൾട്ടായിട്ടുള്ള 2 പേര് പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അപരാധമായിരുന്നു. അവരൊക്കെ ഭയങ്കര ടാർഗറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അവരെ മോശമായിട്ട് കാണുക,
അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹോട്ട് ടോപ്പിക്കായിട്ട് ഇതുവരെ എത്തിയില്ലെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ +2 സമയത്ത് ഞാൻ ആ സമയത്തൊക്കെ ആണെങ്കിലും അട്രാക്ഷൻ സെക്ഷുവാലിറ്റിയുടെ കാര്യം, ഒരു അട്രാക്ഷൻ ഗേൾസ് ബോയ്സിൻ്റെ കാര്യം അങ്ങനെ അങ്ങ് ഇതായിരുന്നു. പ്രണയങ്ങൾ അവിടെ ഇവിടെ പൊട്ടിമുളയ്ക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര പാനിക്കായത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പാനിക്കായിട്ട് ഇങ്ങനെ സ്കൂൾ വിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ബോയ്സിനോട് ആരോടും താല്പര്യം തോന്നുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. അപ്പം എപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവം അതൊരു കുഴപ്പമാണ്. മറ്റുള്ളവരെ പോലെ നമ്മളല്ലെങ്കിൽ അല്ലെങ്കിൽ വ്യത്യസ്തത ഉണ്ടെങ്കിൽ അത് വ്യത്യസ്തതയാണെന്നുള്ള ഒരു യൂണീക്കലി ഹാപ്പി ആകാനല്ല തോന്നുന്നു. നമുക്കത് ഫിറ്റാകാൻ പറ്റുന്നില്ലല്ലോ, ഓടായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു വിയർനെസ് ഉണ്ടല്ലോ. അങ്ങനെ പാനിക്കായിട്ട് ഇങ്ങനെ വിളിച്ച് പറയുന്നത് എനിക്കൊരു ഓർമ്മയുണ്ട്. അത് പലപ്പോഴും ആൾക്കാർക്ക് സേഫ് ആയിട്ടുള്ളിടത്താണ് നമ്മുടെ ഐഡൻറ്റിറ്റി പറയുക, സെക്ഷുവാലിറ്റി ഷെയർ ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല. ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര പാനിക്കായിട്ട് വിളിച്ച് പറയുക, എൻ്റെ ആ ഒരു മൈൻഡിലുള്ള കാര്യങ്ങൾ വെർബലി പുറത്തേക്ക് വരിക എന്നുള്ളതായിരുന്നു. അപ്പം എനിക്കെന്നാൽ കൊച്ചു തിരിച്ചും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ട് എന്തോ വ്യത്യസ്തതാണെന്നൊന്നുമല്ല, ഇങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മളെക്കാട്ടിലും കൂടുതൽ നമ്മുടെ പുറത്തുള്ള ആൾക്കാരാണ് നമ്മളെ വിഷ്വലി കാണുകയും നമ്മുടെ ഇതൊക്കെ നമ്മളൊരു എന്താ പറയുക അയലക്കാരുടെ വാച്ച് ഇതെന്ന് പറയുന്ന പോലെയാണ്. പലപ്പോഴും നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് പൊതുവെ നമ്മുടെ ചുറ്റുമുള്ളവരാണ് മനസ്സിലാക്കുന്നത് തോന്നും. പലപ്പോഴും നമ്മൾ പറയുമ്പം പോലും ഞാൻ ഇന്നതാണെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കിത് പണ്ടേ അറിയാമായിരുന്നു എന്നൊക്കെ പലരും പറയുന്നത് അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിവേ ഗ്രാജുവേഷൻ സമയത്താണ് പിന്നെ എനിക്ക് കുറച്ചും കൂടി ഒരു പ്രശ്നങ്ങളൊക്കെ നേരിട്ടെന്നാണ് പറയാം. ഓർമ്മയിൽ നിൽക്കുന്ന മേജറായിട്ടുള്ള ഇഷ്യൂസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു. അവിടെയൊന്നും ഇതിനെക്കുറിച്ച് വലിയതായിട്ട് പറഞ്ഞിരുന്നത് അവിടെ നിന്നല്ല, എനിക്കൊന്ന് മോസ്റ്റ്ലി ഇപ്പോഴാണെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്ന സ്കൂളും കോളേജൊക്കെ വളരെ കുറവാണ്, ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. ഇനി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആകെയുള്ളത് ഈ സന്മാർഗം വേദപാഠം സ്കൂളിലാണെങ്കിലും അങ്ങനെയൊക്കെയുള്ളൂ. അതാണ് പറയുന്നതൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അന്ന് എനിക്ക് തോന്നുന്ന അന്ന് ഒരു സെഷൻ എടുത്ത ആളോട് പറയാൻ ട്രൈ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഈ പറയുന്ന പോലെ, പക്ഷെ അത് പലപ്പോഴും ഇന്നതാണ് ഇങ്ങനെ പറയാനൊന്നുമില്ല, ഭയങ്കര കൺഫ്യൂഷനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുക എന്നുള്ള രീതിയിൽ ആ ഒരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ അത് വർക്കായില്ല. അത് കഴിഞ്ഞ് ഗ്രാജുവേഷൻ സമയത്ത് എന്നെക്കുറിച്ച് കുറച്ച് കാര്യം, ഞാൻ കുറച്ച് നാൾ ഹോസ്റ്റലിൽ നിന്നിരുന്നു. സിസ്റ്റർമാർ നടത്തുന്ന ഒരു ഹോസ്റ്റലായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് എന്തൊക്കെയൊക്കെ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന രീതിയിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ക്ലാസ്മേറ്റ്സിനോട് കുറച്ച് പേരോടും, പിന്നെ മാർസൽ കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ടായിരുന്നു അവിടെ. അപ്പം അങ്ങനെ എന്തൊക്കെയോ ഹോസ്റ്റലിൽ നിന്നുള്ള എന്തൊക്കെയൊക്കെയോ പോയി. ഏതാണോ എന്നെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിലും അടുത്തുള്ളവർ ഭയങ്കര ഓഡിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. സോ അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യും. പല കാര്യങ്ങളും ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ട് അറിഞ്ഞിരുന്നില്ല. പേരൻസിനോടൊക്കെ അവരെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ കുറേ നാൾ മുമ്പാണ് ഞാൻ അറിയുന്നത്. ഞാനങ്ങനെ എന്നെക്കുറിച്ച് പറഞ്ഞു ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ പല കാര്യങ്ങളും പല ഡിസ്കഷനൊക്കെ കോളേജിലും ക്ലാസ്സിലൊക്കെ നടക്കണം, പലരെക്കുറിച്ച് നടക്കുമായിരുന്നെങ്കിലും ഞാൻ അങ്ങനെയൊന്നും അറിയുന്ന ടൈപ്പായിരുന്നില്ല. സോ എന്നെക്കുറിച്ചുള്ള ഹോട്ട് ഡിസ്കഷനൊന്നും ടോപ്പിക്ക് പോലായിരുന്നു ഞാൻ പലപ്പോഴും ഞാനധികം ഒന്നും അറിയാറില്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പറയുന്നത് പ്രണയത്തിനെ കുറിച്ചൊക്കെ വേറെ പല ഇതൊക്കെ നടക്കുന്നുണ്ട്, അതിലായിരുന്നു അവർക്ക് മെയിൻ ഫോക്കസ്. ഞാൻ പിന്നെ അന്നാണെങ്കിലും കോളേജിലാണെങ്കിലും എനിക്ക് ഫിറ്റാകാൻ പറ്റാത്തതിൻ്റെ നല്ല ഇതുണ്ടായിരുന്നു. ഞാൻ പെൺകുട്ടിയുടെ ആണെങ്കിലും ബോയ്സിൻ്റെ ആണെങ്കിലും എനിക്കവിടെ പറ്റുന്നില്ലായിരുന്നു. അത് ഭയങ്കര വിസിബിൾ ഞാൻ പല രീതിയിലാണെങ്കിലും ഷോ ചെയ്തിട്ടുണ്ട്. ഓണത്തിനൊക്കെ ആണെങ്കിൽ ഞാൻ മാത്രമായിരിക്കും ജീൻസും ഷർട്ടൊക്കെ ഇട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഒരു തവണയെങ്കിൽ സാരി ഉടുത്തുകൂടി, അങ്ങനെയൊക്കെ ആൾക്കാർ പറയാറുണ്ട്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറേ സെനാറിയോ ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പലപ്പോഴും എൻ്റെ അച്ഛൻ്റെ പേര് വെച്ച് നിക്നെയിം അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് എനിക്ക് പേരിലാണെങ്കിലും ഭയങ്കര കംഫർട്ടായിരുന്നു. കോളേജാണെങ്കിലും എൻ്റെ ഓർമ്മയിൽ നല്ല കുറച്ച് സമയം എനിക്ക് കോളേജ് ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി മറ്റ് ട്രാൻസാക്റ്റുകൾ പറഞ്ഞ പോലെ അത്ര മോശം അനുഭവമൊന്നും എൻ്റെ ഓർമ്മയിലില്ല. എനിക്ക് കോളേജ് ലൈഫൊക്കെ ഞാൻ കമ്പാരിറ്റീവ്ലി ഞാൻ എൻജോയ് ചെയ്തത് എൻ്റെ ഡിഗ്രി കോളേജ് ലൈഫാണ്. പിന്നെ പി ജി കഴിഞ്ഞ ഒരു സമയം, പി ജി കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റിനെ കുറിച്ചൊക്കെ ഉള്ളൊരു മനസ്സിലാക്കുന്ന ആ ഒരു ജേർണിയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ എറണാകുളത്തേക്ക് റീലൊക്കേറ്റൊക്കെ ചെയ്തിരുന്നു. ഞാനും വന്നു, പേരൻസ് മാത്രം, ഞാനും എല്ലാവരും ഇങ്ങോട്ട് വന്നു, താമസമൊക്കെ തുടങ്ങി. അതിന് ശേഷം പി ജി കഴിഞ്ഞിട്ട് പിന്നെ സമയം നമുക്ക് ഭയങ്കര കൺഫ്യൂഷനൊക്കെ ആണെങ്കിൽ ഞാൻ പി ജി സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ തൊടുപുഴയിലുള്ള താലൂക്ക് ആശുപത്രി ആണെന്ന് തോന്നുന്നു, ഇത് ഡോക്ടറിനോട് പോയി സംസാരിച്ചിരുന്നു. പുള്ളി അതൊരു തോന്നലാണ് സമയത്ത് ഞാൻ മെയിനായിട്ട് പറഞ്ഞത് എനിക്ക് സ്ത്രീകളോട് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതാണ് എനിക്ക് മെയിനായിട്ട് എനിക്ക് അപ്പോഴതാണ് മനസ്സിലായിട്ടുള്ളത്. അതെനിക്കൊരു ക്ലാരിറ്റി വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ തോന്നലാണെന്നുള്ള രീതിയിലാണ്. പിന്നെ എനിക്ക് മനസ്സിലായി നമുക്കൊരു ലോജിക്കൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ആൻസർ അവിടെ നിന്ന് കിട്ടാത്തത് ഞാൻ പിന്നെ ഓക്കെ നിർത്തി. മാത്രമല്ല അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്നിരിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഓപ്പണപ്പ് ആകാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. എനിവേ അതങ്ങനെ കഴിഞ്ഞു. പിന്നീടാണ് ഞാൻ
കുറച്ച് നാൾ എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ടോംബോയ് എന്നുള്ളൊരു ലേബിൾ എനിക്ക് കിട്ടി. പിന്നെ ഞാൻ അത് ടോംബോയ് എന്താണെന്ന് സെർച്ച് ചെയ്യാൻ നോക്കി. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഞാൻ ടോംബോയ്സ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങി. അങ്ങനെ കുറേ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യും. അങ്ങനെ പിന്നെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ക്യൂർ മനുഷ്യന്മാരുണ്ടെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുന്നു. ആക്ച്വലി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീനെ ഞാൻ അറിയുന്ന അങ്ങനൊരു ടേം അറിയുന്നത്, പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു ട്രാജിക്കായിട്ടുള്ളൊരു ന്യൂസിൽ കൂടെയാണ് ഞാൻ അറിയുന്നത്. ഞാനിങ്ങനെ ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു #, ഫേസ്ബുക്കിലാണ് ആദ്യമേ നോക്കിയത്. ഫേസ്ബുക്കിൽ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്ന ഷാലു എന്ന് പറഞ്ഞൊരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള ഒരാൾ കൊല ചെയ്യപ്പെട്ട് ഒരു ന്യൂസാണ് എനിക്കത്. ന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ബോഡി ഡംപ് ചെയ്തേക്കുന്ന ഒരിടത്ത് ഡംപ് ചെയ്തേക്കുന്ന ഇമേജ് സഹിതമായിട്ടുള്ള ഒരു ഇതാണ് വന്നത്. അപ്പം അതിൻ്റെ താഴെ ഇപ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്ന ആ കേസിൻ്റെ കുറ്റവാളികൾ ശിക്ഷിക്കുക അങ്ങനെയൊന്നും ആയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാലുവാണെന്നാണ് എൻ്റെ വിശ്വാസം. എനിവേ, അപ്പോൾ എനിക്ക് അങ്ങനെ അനാഥമായിട്ട് ആ ബോഡി കിടക്കുന്നതും അതോടൊപ്പം ആ ന്യൂസിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന ഭയങ്കര മോശമായിട്ടുള്ള കമൻറ്റുകൾ, ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തിയെ അല്ലെങ്കിൽ ക്യൂറായിട്ടുള്ള വ്യക്തികളെ സമൂഹം എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധം എനിക്കുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ മരണപ്പെട്ട ആളെപ്പോലും റെസ്പെക്റ്റ് ചെയ്യാത്തത്ര അധപ്പതിച്ച സമൂഹമാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര അറിവില്ലായിരുന്നു. ഞാൻ കമൻറ്റ് സെക്ഷനൊക്കെ ഭയങ്കര മോശമായിട്ടായിരുന്നു അവരുടെ. ഇപ്പോഴാണെങ്കിലും ഒരു ട്രാൻസ് വ്യക്തി മരണപ്പെട്ട ന്യൂസൊക്കെ വന്നാൽ ഭയങ്കര മോശമായിട്ടാണ്. ഇപ്പോഴാണെങ്കിൽ അതിനൊരു വലിയൊരു മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് സമൂഹം എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്, ഞാൻ ഉൾപ്പെടുന്ന ശരിക്കും പറഞ്ഞാൽ ആ ഒരു ന്യൂസ്, ആ ഒരു ഇൻസിഡൻറ്റ് ആ ഒരു ഏർലി ടൈമിലാണ്, ട്രാൻസിഷൻ്റെ ഏർലി ടൈമിലാണ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയ സമയത്താണ് അങ്ങനെ ഒരു ഇത് ഞാൻ ശ്രദ്ധിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഏത് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല പല മൈനോറിറ്റിയിൽ മനുഷ്യന്മാരെ പല കാറ്റഗറി ഉൾപ്പെടുത്തി ഓരോ രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ട്രാൻസ് വ്യക്തികളല്ലെ ക്യൂർ വ്യക്തികളെ നോക്കി ചിരിക്കുന്നവരും കളിയാക്കുന്നവരും ഈ പറയുന്ന കമൻ്റ് ഇടുന്നവരൊക്കെ തന്നെ അവരെ പല രീതിയിൽ മറ്റു മനുഷ്യർ ചെയ്യുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ തിരിച്ചറിവിനെ മനസ്സിലാക്കുന്ന, ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന സമൂഹം ഒരു കൂട്ടം മനുഷ്യരെ കളിയാക്കുമ്പോൾ ആ കൂട്ടത്തിൽ ആ സമൂഹത്തിൻ്റെ ഒരാളായിരുന്നു ഞാൻ. പെട്ടെന്ന് ആ ഒരു എന്നെ കളിയാക്കുന്ന, ഞാൻ ഉൾപ്പെടുന്ന മനുഷ്യരെ കളിയാക്കുന്നു എന്നുള്ള ഞാൻ വളർന്നതൊക്കെ ആണെങ്കിലും ഈ പറയുന്ന ബൈനറി ഫിറ്റായിട്ടുള്ള ഒരാളല്ലെങ്കിൽ പോലും ആ ഒരു തിരിച്ചറിവ്, ആ സമൂഹത്തിലെ തന്നെ എന്നെ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു വിഭാഗം മനുഷ്യരെയാണ് ഇവിടെ കളിയാക്കുന്നത്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മജോറിറ്റിയിൽ നിന്ന് ഞാൻ പെട്ടെന്ന് മൈനറായിട്ടുള്ള ആ ഒരു സമൂഹത്തിലേക്ക് ഉൾപ്പെട്ട ഒരു ഇതിലേക്കാണ് എനിക്ക് തോന്നിയത്. പിന്നീട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പിന്നെ ഈ പറയുന്ന പോലെ നടന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മെമ്മറി ആയിരുന്നു ആ ഒരു ന്യൂസും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ഇപ്പോഴും അതിനൊക്കെ തന്നെ വലിയ മാറ്റങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സാഡായിട്ടുള്ളൊരു കാര്യമാണ്. എനിവേ, അങ്ങനെ ഒരു ഇത് കഴിഞ്ഞു. പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. ഞങ്ങളിവിടെ തൃപ്പൂണിത്തറ ഭാഗത്ത് ഒരു ഹിൽ പാലസിൽ ഞങ്ങൾ കുറച്ച് പേര് മീറ്റ് ചെയ്ത് സംസാരിക്കുക. അങ്ങനെ ഒരു ഗ്രാജ്വലി ഉള്ളൊരു പ്രോസസ്സ്. എനിക്ക് ഈ ട്രാൻസാക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മറ്റ് ട്രാൻസ് വ്യക്തികളുമായിട്ട് സംസാരിക്കുക. അവരുടെ ലൈഫ് ഇപ്പോൾ ഓൺലൈൻ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, അതൊക്കെ കേൾക്കുക. നിങ്ങളെ തന്നെ മനസ്സിലാക്കിയെടുക്കുക. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും പറഞ്ഞു, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഫുൾ അതേപോലെ എടുക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇതുണ്ടല്ലോ, നമുക്ക് സ്വയബുദ്ധി ഉണ്ടല്ലോ, ആ രീതി വെച്ച് നിങ്ങൾ അനലൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളൂ. കാരണം ഇപ്പോൾ പറയാൻ പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ കണ്ടൻറ്റ് ട്രാൻസ് വ്യക്തികളാണെങ്കിൽ പോലും ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ശരിക്കുള്ള ട്രാൻസ് ചെയ്താൽ, ഫേക്കായിട്ടുള്ള ട്രാൻസ് ചെയ്താൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം ഒത്തിരി വരുന്ന സർക്കുലേറ്റഡ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഓൾസോ നിങ്ങളുടെ ഏർലി ട്രാൻസിഷനിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളുമായിട്ട് തന്നെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ അപ്പോഴും നമ്മളൊരു ഈവൻ ട്രാൻസ്മെൻ കമ്മ്യൂണിറ്റി തന്നെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ എവിടെ ചെന്നാലും നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഫോമിൽ ഫിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇഷ്യൂസ് എല്ലാ വിഭാഗം മനുഷ്യരിലും എനിക്കുണ്ടെന്ന് തോന്നുന്നു. അത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്, അതൊരു ഫാക്റ്റാണ്. അപ്പോൾ ഏർലി സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ നോൺ ബൈനറി എന്നുള്ള രീതിയിലല്ല, അതൊരു ട്രാൻസ്മെൻ എന്നുള്ള രീതിയിൽ എടുക്കാൻ എനിക്ക് കുറച്ച് നല്ല പാടാണ്, അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കണ്ടു വളർന്ന പല ട്രാൻസ്മെൻ ആൾക്കാരായിരുന്നു പറഞ്ഞാൽ എനിക്ക് അവരുമായിട്ട് അധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളായിട്ട് അവരൊന്നും എനിക്ക് ഡൈജസ്റ്റ് ആകുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫോമിൽ ഇന്ന രീതിയിൽ ഫിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഇപ്പോഴാണെങ്കിലും നമുക്ക് ആ സമയത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാനുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനെ മനുഷ്യന്മാരുണ്ടെന്നങ്ങ് പറയാനുള്ള ഒരു ഐഡിയ ഒന്നും എനിക്കന്നില്ലായിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ വ്യക്തികളിലാണെങ്കിലും ഈ പറയുന്ന പോലെ സോക്കോൾഡ് മെൻ ഫിഗറിൽ ഫിറ്റ് ആകണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. ഏർലി ടൈമിലൊക്കെ നമ്മൾ നടക്കുന്നതിൽ ഒരു ഫെമിനിറ്റി ഉണ്ടെങ്കിലും പല കാര്യത്തിലൊക്കെ ഇങ്ങനെ
ഒരു സംസാരമുണ്ട്. ഈവൻ ഇപ്പോഴാണെങ്കിലും എന്താ ഗേ ആയിട്ടുള്ള ട്രാൻസ്ജെൻഡർ ആൾക്കാർ, മറ്റേ സെക്ഷുവാലിറ്റി ഉള്ള ട്രാൻസ്ജെൻഡർ ആൾക്കാരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാനും ഇപ്പം എന്താ ക്യാരി ചെയ്യുന്ന സിയാസ ദമ്പതികളുടെ കാര്യം വന്നപ്പോഴൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് മോശമായിട്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി തന്നെ പറയുന്ന കുറേ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആരെടുത്തില്ലെങ്കിലും നമ്മളിതാണെന്നുള്ള കാര്യം ഇപ്പം മറ്റ് ട്രാൻസ്സെക്റ്റുകൾ അംഗീകരിക്കുന്നുണ്ടെന്നോ മറ്റ് സിസ്ജെൻഡർ സമൂഹം അംഗീകരിക്കുന്നുണ്ടെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ സെൽഫായിട്ട് നമ്മളെ മനസ്സിലാക്കുക, ആക്സെപ്റ്റ് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സോ അതാണ്. എനിവേ, ഇപ്പം ട്രാൻസിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളവരും ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പ്രോപ്പറായിട്ട് കണ്ടൻറ്റ് എടുക്കുക, പിന്നെ മറ്റുള്ള മനുഷ്യരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതാണ് ഒരു ബെറ്റർ കാര്യം. ഇപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിർച്വൽ സ്പേസസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അല്ലാത്ത ഗ്യാതറിംഗ് ഒക്കെ നടത്തിയാലും പാർട്ടിസിപ്പേഷൻ ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ വെർച്വൽ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് അങ്ങനെ എന്ന് വെച്ചാൽ മെമ്മറീസ് അതൊക്കെ നിൽക്കാറില്ല. ഞാൻ ആരോടൊക്കെ സംസാരിച്ചോട്ടെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷേ എൻ്റെ ഫസ്റ്റ് പ്രൈഡും പല കാര്യങ്ങളും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ പണ്ട് മീറ്റ് ചെയ്ത ആൾക്കാരെയും ആ മൊമെൻറ്റ്സൊക്കെ എനിക്കിപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുന്ന കാര്യം അതൊരു ഡയറക്റ്റ് മീറ്റിംഗ് ഒക്കെ ആയതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഒരു ക്രൈസിസായിട്ടൊരു സുഹൃത്ത് വന്നപ്പോൾ എനിക്ക് ട്രിവാൻഡ്രത്തെ ട്രാൻസ്മെൻ ഷെൽട്ടർ ഹോമിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. പിന്നെ ഞാൻ അവിടെ കുറച്ച് നാൾ മാനേജറായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഒരു സിറ്റുവേഷൻ. പിന്നെ ഞങ്ങൾ മെഡിക്കൽ ട്രാൻസിഷൻ ആണെങ്കിലും പല കാര്യങ്ങളിലേക്കും അത് ചെയ്തു. അതുവരെ ഞാൻ ഹോൾഡ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞാൻ PSC അതൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള മൈൻഡ്. അപ്പോൾ എനിക്ക് പോലീസിൽ ചേരണം എന്നൊക്കെ ആ ഒരു സമയത്ത്, പോലീസ് എന്നല്ല എന്തെങ്കിലും ഒരു പെർമനൻറ്റ് ജോലി അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. PSC ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും പെർമനൻറ്റ് ജോലിയൊക്കെ ആയിട്ട് നമുക്ക് ട്രാൻസിഷൻ ചെയ്യാം അങ്ങനൊരു മൈൻഡായിരുന്നു. പിന്നെ ഞാനിങ്ങനെ മാനേജറായിട്ട് വർക്ക് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായ എൻ്റെ പേഴ്സൺ എനിക്ക് തോന്നിയിരുന്നു ഞാൻ ഒന്നിനും വേണ്ടി എന്നെ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെങ്കിലും എനിക്ക് എസ്പെഷ്യലി പബ്ലിക് സെക്ടറിൽ എനിക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും എന്നുള്ളൊരു അസംഷനിൽ എനിവേ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്തു. മാത്രമല്ല എനിക്ക് ഇപ്പോഴാണെങ്കിൽ പല ആൾക്കാരും ഓരോ പ്രായത്തിലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജനറേറ്റ് മനസ്സിലാക്കുകയും ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം പലപ്പോഴും റിഗ്രറ്റ് നമ്മൾ തോന്നും, ഇത്ര വർഷം വേസ്റ്റ് ആക്കിയല്ലോ. ഞാൻ ഇപ്പം PG കഴിഞ്ഞ് എനിക്കറിയില്ല എത്ര ഏജും 23-24 ആയിരിക്കണം. എനിവേ ആ സമയത്തൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു റിഗ്രറ്റ് ഫീലിംഗ്, ഇത്ര വർഷം കളഞ്ഞല്ലോ, ഇത്ര വർഷം ഞാൻ അറിഞ്ഞില്ലല്ലോ, അങ്ങനെ ഒരു റഷ് ഫീലിംഗ് മൈൻഡിലേക്ക് വരും. അപ്പോൾ ആ ഒരു റഷ് എനിക്കും ഉണ്ടായിരുന്നു. പാസ്റ്റ് ഒത്തിരി ഇയേഴ്സ് വേസ്റ്റ് ആക്കിയല്ലോ എന്നുള്ളൊരിത്. ശരിക്കും പറഞ്ഞാൽ ഒരു കോളേജ് എൻ്റേതായിട്ടുള്ള രീതി എനിക്ക് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ഉണ്ടല്ലോ എവിടെയും തൊടാത്ത പോലെ ഒരു ജീവിച്ച ഫീലായിരുന്നു എനിക്ക്. അത് ഒരു മെമ്മറബിൾ മൊമെൻറ്റ് ഞാനായിട്ട് ജീവിച്ചത് കൗണ്ട് ചെയ്യാനില്ലാത്തൊരവസ്ഥ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ട്രാൻസിഷൻ ചെയ്യണം എന്നുള്ളൊരിതിലേക്ക് എത്തും. വർഷങ്ങളായിട്ട് ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കലി ആണെങ്കിലും മറ്റ് മാറ്റങ്ങൾ വേണമെന്ന് നമുക്കിങ്ങനെ മെഡിക്കലി പോസിബിൾ ആണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർക്കണം, പണ്ട് ഞാൻ എന്നെ അന്യഗ്രഹ ജീവിതത്തിൽ തട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ഈ പറഞ്ഞ അപ്പിയറൻസിലേക്ക് എന്നെ മാറ്റിവിട്ടിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ അങ്ങനെ പണ്ട് ഓർക്കുമായിരുന്നു, സ്വപ്നം കാണുമായിരുന്നു. ഡേ ഡ്രീം വരെ ഞാൻ ആ രീതി ചെയ്യുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇതിലാണ് പിന്നെ ഞാൻ ഷെൽട്ടർ റൂമിൽ വന്നിട്ട് ട്രാൻസിഷൻ ചെയ്യുകയാണ് ഉണ്ടായത്. ഈ പറഞ്ഞ പലപ്പോഴും ട്രാൻസിഷൻ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ പൊതുവെ മെഡിക്കൽ ട്രാൻസിഷൻ മാത്രമേ പറയാറുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ട്രാൻസിഷൻ ഞാൻ മെഡിക്കൽ ട്രാൻസിഷൻ അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സോഷ്യലി ഉള്ളൊരു ട്രാൻസിഷൻ ഉണ്ട്. അതോടൊപ്പം ഡോക്യുമെൻറ്റിൽ നമ്മുടെ എക്സിസ്റ്റൻസ് ഏതായ ജെൻഡറോ പേരോ ഏതിലാണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ബോഡി എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ഡോക്യുമെൻറ്റിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഡോക്യുമെൻറ്റ് പ്രോസസ്സൊക്കെ മാറ്റാൻ ഭയങ്കര പാടാണ് ട്രാൻസ് വ്യക്തികൾക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രാൻസിഷൻ ചെയ്യുമ്പോൾ ഇറ്റ്സ് റിയലി ഹാർഡ്. നമ്മൾ സമൂഹത്തിലെ ട്രാൻസ് വ്യക്തി ഒരു ക്യൂർ ഐഡൻറ്റിറ്റി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഓരോരുത്തരെടുക്കുന്ന രീതിയിലാണ്. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏത് സോഷ്യൽ മീഡിയ ഏത് ഡെയിലി ലൈഫിൽ എന്ത് ന്യൂസ് എടുത്താലും എവിടെയെങ്കിലുമൊക്കെ ക്യൂർ വ്യക്തികളെ തെറ്റായിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ ഒട്ടും റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു ഇത് കാണും. ഡെയിലി ലൈഫിൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള മനുഷ്യർ ആരെങ്കിലും മരണപ്പെടുകയോ പറയുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് മരണപ്പെടുകയോ അല്ലെങ്കിൽ പല കാര്യത്തിന് വേണ്ടി ബേസിക്കായിട്ടുള്ള ടോയ്ലറ്റിന് വേണ്ടിയിട്ടോ ഫുഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ താമസ സൗകര്യത്തിന് വേണ്ടിയിട്ടോ ഫൈറ്റ് ചെയ്യുക, മോക്ക് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ ഫീൽഡിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ പറഞ്ഞ സാരി ഉടുത്ത് പാലത്തിൻ്റെ ചോട്ടിൽ നിൽക്കുക അങ്ങനെ മോക്ക് ചെയ്യുന്ന രീതിയിലും അല്ലെങ്കിലും എല്ലാം അങ്ങനെയാണ്. എല്ലാ രീതിയിലും ക്യൂർ വ്യക്തികളെ എങ്ങനെയും മോശമായിട്ട് ചിത്രീകരിക്കുക അങ്ങനെ രീതിയിലായിരുന്നു. സോ എനിക്ക് ട്രാൻസിഷൻ ചെയ്യാനാഗ്രഹമുള്ളവരോട് നിങ്ങൾ മറ്റുള്ള ക്യൂർ വ്യക്തികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, പറ്റുമെങ്കിൽ അത് പലരും കേൾക്കുക. ഇൻ്റർവ്യൂസൊക്കെ ഉണ്ട്, വീഡിയോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേൾക്കുക. റിസോഴ്സസ് ഇഷ്ടംപോലെ ഉണ്ട് ഓൺലൈനായിട്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. സെൽഫായിട്ട് നിങ്ങൾ
നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, മറ്റ് ജെൻഡർ സെക്ഷുവാലിറ്റി അങ്ങനെ ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എന്നും നല്ലതാണ്. അങ്ങനെ ചെയ്യാൻ ഞാൻ പറയുന്നതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു മിനിറ്റ് എൻ്റെ ബൈക്കിലടിക്കുന്ന നോട്ടിഫിക്കേഷൻ വീട്ടിലൊക്കെ കുറച്ച് നോയ്സ് വരും. എനിവേ വീട്ടിലുള്ളവരെ വർത്താനം പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാനങ്ങനെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ലേൺ ചെയ്യണമെന്ന് പറയാൻ കാരണം, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വീട്ടിൽ പറഞ്ഞാലും ഇപ്പം നിങ്ങളെ കൊണ്ട് ഫാമിലി ഒരു ഡോക്ടറിനെ കാണാൻ പോയാലും ഒക്കെ എന്ന് വെച്ചാൽ ചിലപ്പം ഇവിടെ മെയിൻ ഒരു അവസ്ഥ എന്താണെന്ന് ദുരവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ വീട്ടുകാരെ പറഞ്ഞ് വീട്ടുകാർക്ക് അത് മനസ്സിലാകണമെന്നില്ല. പക്ഷെ നമ്മൾ പറഞ്ഞതിന് അവർ വാല്യൂ തരണമെന്നില്ല. നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാം അറിയാമെങ്കിലും നമ്മൾ പറയുന്ന കാര്യത്തിന് വാല്യൂ തരണമെന്നില്ല. അങ്ങനെ ഒരു ഇതാണല്ലോ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകും. ഒരു പോസിബിൾ ഒരു സെനാറിയാണ്, നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ എല്ലാ ഡോക്ടറിനെ ഇതിനെക്കുറിച്ച് അറിയണമെന്നില്ല. ഭയങ്കര തെറ്റായിട്ട് പറഞ്ഞു തരുന്ന ഡോക്ടേഴ്സും ഉണ്ട്. അങ്ങനെ ഒരു കൺവേർഷൻ തെറാപ്പിയൊക്കെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോകുന്നില്ല, വല്ല റിലീജിയസ് ആയിട്ടുള്ള അടുത്ത് പോയാലോ. അപ്പോൾ ഒത്തിരി സെനേറിയോസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ നിങ്ങളിപ്പോൾ ഡോക്ടർ തെറ്റായിട്ട് പറഞ്ഞ് പേരൻസിന് കൊടുത്താൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലതിലുപരി ദോഷമായിരിക്കും അവരുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതൊന്ന് തിരിച്ചു പറയാനോ ഒക്കെയുള്ളൊരു കപ്പാസിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അതൊരു അധിക ബാധ്യതയാണ് ഒരു വ്യക്തികൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത്. അതൊരു ഫാക്റ്റാണ്. പല കാര്യത്തിലും അങ്ങനെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ബേസിക്കലി ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. ഇപ്പം അയൽവക്കംകാർ നിങ്ങളുടെ അമ്മയോട് വന്ന ഒത്തിരി പേരുണ്ട്, നിങ്ങൾക്ക് കുട്ടികളുണ്ടാകത്തില്ലല്ലോ, അല്ലെങ്കിൽ ഇതൊരു ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഇഷ്യൂ ആണെന്ന് പറയാൻ സാധ്യതയുണ്ട്, ഡിസോർഡറായിട്ട് പറയാൻ സാധ്യതയുണ്ട്, രോഗമായിട്ട് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ മനുഷ്യന്മാരുടെ തലയിരിക്കുന്ന കുറേ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിഴുപ്പ് നിങ്ങളുടെ വീട്ടുകാർക്കിടയിലോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ നമ്മൾ തിരിച്ച് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണമെന്നൊന്നുമല്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളുടേതായിട്ടുള്ള പേരൻസിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പേരെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അറിയാൻ ജനുവലി ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിഞ്ഞാൽ നല്ലതാണ്. അതിലുപരി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിലേക്ക് വീണ്ടും അതെടുക്കാതിരിക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, അതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മീറ്റിംഗ് പരിപാടിയൊക്കെ കാണുക, ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ എടുക്കുക. എല്ലാവരും പറഞ്ഞ അതേപോലെ എടുക്കാതിരിക്കുക, അതാണ് പറയാനുള്ളത്. പിന്നെ ട്രാൻസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മെഡിക്കൽ ട്രാൻസിഷൻ എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന കാര്യം, അത് ഞാൻ മിസ് ഔട്ട് ചെയ്യുന്നില്ല, അത് തന്നെ പറയാം. മെഡിക്കൽ ട്രാൻസിഷന് നിലവിൽ ഹോർമോൺ ചെയ്യാറുണ്ട്, സർജറീസ് ചെയ്യാറുണ്ട്, പിന്നെ പല തെറാപ്പികൾ ചെയ്യാറുണ്ട്. തെറാപ്പികൾ എന്ന് വെച്ചാൽ വോയിസിനൊക്കെ ചില തെറാപ്പി പോലെ ചെയ്യാറുണ്ട്. അപ്പം ഹോർമോണൽ എന്ന് പറഞ്ഞാൽ ഒരു മസ്കുലിൻ ഫീച്ചേഴ്സ് ട്രാൻസ് മസ്കുലിൻ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റോസ്റ്ററോണാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും എല്ലാവരും ചോദിക്കുക ഏതാ ഞാൻ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണാണ് എടുക്കുന്നത്, 250 mg. നേരത്തെ ഞാൻ 21 ഡേയ്സിലായിരുന്നു, ഇപ്പോൾ 1 മന്ത് ആണ്. ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഹോർമോൺ കുറച്ച് ഹൈ ലെവലായിരുന്നു, അതുകൊണ്ട് ഞാൻ 21 ഡേയ്സ് കുറച്ചും കൂടി നീട്ടി 1 മന്തിലാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഹോർമോൺ എന്ന് പറഞ്ഞത് ലൈഫ് ലോങ് എടുക്കേണ്ട ഒരു കാര്യമാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഇപ്പം ബേസ് ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മസ്കുലനൈസിങ് ഫീച്ചേഴ്സ് ആണ്, അങ്ങനെ ഒരു ആഗ്രഹമാണ്. ട്രാൻസ്മെൻ ആൾക്കാർ മാത്രമല്ല നോൺ ബൈനറി ആയിട്ടുള്ള ആൾക്കാരും ചെയ്യാറുണ്ട്. നോൺ ബൈനറി എന്ന് പറഞ്ഞാൽ പറയുന്ന പോലെ മെയിലെന്നുള്ള ഒരു ഇതിൽ ഫിക്സഡ് ആകാത്ത മറ്റു മനുഷ്യരും ഉണ്ട്. അങ്ങനെയുള്ള മനുഷ്യരെയാണ് നോൺ ബൈനറി എന്നുള്ള ഒരു ടൈമിൽ പറയാറുള്ളത് പൊതുവെ. അപ്പം അങ്ങനെയുള്ളവരും ഹോർമോണും സർജറീസൊക്കെ ഓപ്റ്റ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ബോഡിയിൽ എത്രത്തോളം കംഫർട്ട് ഉണ്ട് എന്നതനുസരിച്ചിരിക്കും. ഇപ്പം ഒരു ട്രാൻസ്മെൻ്റ് ആണ്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ബോഡിയിൽ ഓക്കെയാണ്, എൻ്റെ അപ്പിയറൻസും എന്തൊക്കെയാണ് എനിക്കിപ്പോൾ നിലവിലുള്ളത് എല്ലാം ഓക്കെ ആണെങ്കിൽ അവർക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ബോഡിയിൽ അത് ഓക്കെ ആകണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ബേസിക്കലി ചെയ്യുന്നത് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ മാൻഡേറ്ററി ആണ്. എൻഡോക്രോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടി വരും. അപ്പം കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബോഡി ടെസ്റ്റൊക്കെ എൻഡോക്രോളജിസ്റ്റ് പറയാറുണ്ട്. ടെസ്റ്റെല്ലാം ഓക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ടാണ് നമുക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതാണ് ഞാൻ എൻ്റെ മെസ്സേജസ് ഒക്കെ ഇടുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് യാതൊരു യൂസും ഇല്ല. കാരണം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് വേണം നമ്മൾ ഈ മെഡിസിനൊക്കെ എടുക്കാനായിട്ട്. ഇത് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി ഓരോന്ന രീതിയിൽ എനിക്കുള്ള ഡോസ് ആകണമെന്നില്ല മറ്റൊരാൾക്കുള്ള ഡോസ്. അതാണ് ഞാൻ അങ്ങനെ പറയാത്ത. പക്ഷേ ആൾക്കാരത് എത്രത്തോളം എങ്ങനെ എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ സാഹചര്യം എടുത്ത് ഓരോ മാസം എല്ലാവർക്കും പോയി എടുക്കാൻ പറ്റണമെന്നില്ല, 21 ഡേയ്സിൽ പോയി എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പം 3 മാസത്തിലെടുക്കുന്ന ഇഞ്ചക്ഷൻ അവൈലബിൾ ആണ്. സാഹചര്യം അനുസരിച്ചിരിക്കും. ഹോർമോൺ എടുത്താൽ അപ്പിയറൻസിന് വ്യത്യാസം ഉണ്ടാകും. മസ്കുലിനൈസിങ് പറഞ്ഞ ഫാറ്റ് ഡിപ്പോസിഷൻ മാറാം, പറഞ്ഞ ഹെയർ ഗ്രോത്തുകൾ പല കാര്യങ്ങൾ വരും. നിങ്ങളുടെ വോയിസ് കുറച്ചും കൂടി ഡീപ്പനാകുന്ന രീതിയിലേക്കാകും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ലൈഫ് ലോങ് എടുക്കേണ്ട ഒരു ഇതാണുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റങ്ങൾ ലൈഫ് ലോങ് വേണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് എടുക്കേണ്ടി വരും. പിന്നെ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ വോയിസ് ഡീപ്പനിങ് ഒക്കെ എന്ന് പറയുമ്പോൾ വോക്കൽ കോയിഡൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് പെർമനൻറ്റ് ചേഞ്ചസ് ആണ്.
അപ്പം ചില കാര്യങ്ങൾ അത് മതി, ഇത്രയൊക്കെ ചെയ്താൽ മതി എന്ന് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഹോർമോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഇനി വേണ്ട കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിർത്താനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ. ഞാൻ മാറ്റങ്ങൾ ചെറിയൊരു ഇമേജ് ഞാൻ ഇടാം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇപ്പോൾ ഹോർമോണാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. പിന്നെ ഉള്ള സർജറീസാണ്, ടോപ്പ് സർജറീസ് ഉണ്ട്, ബോട്ടം സർജറീസ് ഉണ്ട്, പിന്നെ പല പല റിലേറ്റിംഗ് ആയിട്ടുള്ള സർജറീസ് ഉണ്ട്. അപ്പം അതൊക്കെയാണുള്ളത്. പിന്നെ ഉള്ളത് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ടെന്ന് പറഞ്ഞു, ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ ആയിട്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഉള്ളത് ഡോക്യുമെൻ്റ് വൈസ് ഭയങ്കര തലവേദന പിടിച്ചതാണ്. ഡിജിറ്റൽ യുഗമാണല്ലോ, എല്ലാത്തിലും ഡോക്യുമെൻറ്റ്സ് വേണം. സോ ഇറ്റ്സ് റിയലി ഹെക്ടിക് പ്രോസസ്സ്. ഞാൻ എൻ്റെ ഫുൾ ഡോക്യുമെൻറ്റ്സ് ഇതിനായിട്ട് മാറ്റി തീർന്നു. PGയുടെ ഇനി മാറാൻ കിടക്കുന്നു. ഭയങ്കര പാടുള്ള പരിപാടിയാണ്. ഓക്കെ, ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് എടുക്കാൻ വേണ്ട ഒരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ ID കാർഡാണ്. ട്രാൻസ്ജെൻഡർ ID കാർഡ് നാഷണൽ പോർട്ടൽ ഫോർ ട്രാൻസ്ജെൻഡേഴ്സ് അടിച്ചു കൊടുത്താൽ, ട്രാൻസ്ജെൻഡറിന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് കിട്ടും. വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിൽ മാനുവലുണ്ട്, ഡിസ്ക്രിപ്റ്റീവായിട്ട് എല്ലാം പറയുന്നുണ്ട്. അതാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഒരു ID പ്രൂഫായിട്ട് കൊടുക്കുന്നത്. അത് വെച്ചിട്ടാണ് മറ്റു ഡോക്യുമെൻറ്റ്സൊക്കെ മാറ്റാറുള്ളത്. അതാണ് കൊടുക്കുന്നത്. പണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിരുന്നു. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ID കാർഡുള്ളതുകൊണ്ട് ഇപ്പം നിലവിൽ അത് ഇഷ്യൂ ചെയ്യുന്നില്ല. ഇത് ഇഷ്യൂ ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ബേസിക്കലി ടച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള വേറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ട്രാൻസിഷൻ ചെയ്യുന്നതിന് മുമ്പ്, ഈവൻ ഹോർമോൺ പല കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പേരൊക്കെ നിങ്ങൾക്ക് സാഹചര്യം പലതായിരിക്കാം. ഇപ്പം എന്നോട് ചോദിക്കും വീട്ടിൽ പറഞ്ഞ് എങ്ങനെ കൺവിൻസ് ചെയ്യും, എങ്ങനെ സമ്മതിപ്പിക്കും എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യം പറഞ്ഞപ്പം ആസ് യൂഷ്വൽ എല്ലായിടത്തുള്ള പോലെ മോസ്റ്റ്ലി എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ട് മഴക്കൊക്കെ ആയിരുന്നു. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് തോന്നലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയുള്ള സോക്കോൾഡ് പരിപാടികളെല്ലാം നടന്നിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ വീട് വിട്ടു പോകേണ്ട കോഴിക്കോട് വന്ന ഒരു സുഹൃത്തിലേക്ക് അടുത്ത് പോയി. അന്നേരം തന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. പിറ്റേ ദിവസം തന്നെ ഞാൻ തിരിച്ചു വന്നു. ഞാൻ ഭയങ്കര വീടുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വിളിച്ചു. അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു വന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ട്രാൻസ്മെൻ ആണെന്ന് പറയുകയല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞത്. നാളെ ഞാൻ സഫർ ചെയ്യുമായിരുന്നു ഇൻറ്റേർണലി എന്നുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ കുറേയൊക്കെ അവർക്കും അറിയാമായിരുന്നു. എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജിനൊക്കെ എന്നോട് ഇതിട് അതിട് എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റുന്നില്ല. എന്നെ കൊല്ലുന്നതിന് തുല്യമായിരുന്നു എനിക്ക്. സോ അത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്ന് പറയുമ്പോഴേക്ക് എനിക്ക് പറയാൻ അറിയത്തില്ല. ഇപ്പോൾ ഈ ഐഡൻറ്റിറ്റി ലേബലിങ്ങിൻ്റെ ഒരു ഇതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇപ്പം നമുക്ക് പല പല ലക്ഷണങ്ങളുണ്ടെങ്കിൽ എല്ലാവരോടും ലക്ഷണങ്ങൾ പറയാൻ പറ്റില്ലല്ലോ. അതിന് നല്ലത് ഇപ്പോൾ പനിയാണെന്നെങ്കിൽ പറഞ്ഞാൽ മതി. ഒരു എക്സാമ്പിൾ വെച്ച് പറയണം. അപ്പം നമുക്ക് ലേബലിങ് വരുമ്പോൾ എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഇന്നതാണെന്ന് പറയുമ്പോഴത്തേക്കുള്ള ഒരു റിലീഫ്, അത് ഭയങ്കര ഇതാണ്. നമ്മൾ എവിടെയും ഫിറ്റ് ചെയ്യാതെ ഇത്ര നാൾ ജീവിച്ചിട്ട് ഇതാണ് ഞാനെന്ന് കോൺഫിഡൻറ്റോടെ മനസ്സിലായി പറയാൻ പറ്റുന്നത് വലിയൊരു ഫീലാണ്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഹോർമോണൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എഗ്ഗ് ഫ്രീസ് ചെയ്യാനൊക്കെയുള്ള അതിൽ ആക്ച്വലി കുറേ ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്. അത് വേറെ കാര്യം. അപ്പം നമ്മൾ ഹോർമോണൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ബയോളജിക്കലി ഒരു കുട്ടി വേണം, ആ ഒരു രീതിയിലുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു മൈൻഡൊന്നുമില്ല. എനിക്ക് ആക്ച്വലി ഓൾറെഡി ഭയങ്കര പോപ്പുലേറ്റഡ് ആണ് എന്നുള്ള മൈൻഡാണ്. എൻ്റേതായിട്ടുള്ള ഒരു ജനറ്റിക്കലി അങ്ങനെ വേണമെന്നൊന്നും ഒരു മൈൻഡുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ ആ ഒരു സാധ്യത പറഞ്ഞു തരുന്നതാണ്. പൊതുവെ ആൾക്കാർക്കുണ്ട് ട്രാൻസ്ഫെക്റ്റഡ് ഇൻഫെർട്ടൈലാണ്, കുട്ടികളുണ്ടായില്ല, അങ്ങനെയൊക്കെ ഇതാണ്. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും, ചോയ്സ് അനുസരിച്ചിട്ടിരിക്കും. സോ അതാണ് ബേസിക്കലി പറയാനുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് കംഫർട്ടബിളുള്ള പേരുകൾ നമുക്ക് പറയും. ഇപ്പം എന്നോട് അവർക്ക് ആദ്യം ഏർലി ടൈമിൽ എന്നോട് പേരെന്താണെന്ന് ഏത് വ്യക്തികൾ ചോദിച്ചപ്പോഴത്തേക്ക് പേരൊന്നും മാറ്റിയിട്ടില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ശരിക്കും പറഞ്ഞ ഡോക്യുമെൻ്റ് പേരിൽ നമുക്ക് കംഫർട്ടായിട്ടുള്ള പേരുകൾ മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നുള്ള സാധ്യത ഒന്നും എൻ്റെ മൈൻഡിലില്ലായിരുന്നു. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചാലും നിങ്ങൾക്ക് കംഫർട്ടബിളുള്ള പേരുകൾ പറയുക, ഇത് വിളിക്കാനാണ് എനിക്ക് താല്പര്യം. ഇപ്പോൾ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അന്നൊന്നും എനിക്ക് ബോധമില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇതാണ് പിന്നെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഇപ്പം ഒരു നമുക്ക് മെയിനായിട്ടുള്ളത് സൊസൈറ്റിയിൽ നിന്നുള്ള ഇഷ്യൂ, സമൂഹത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊരു ഫാക്റ്റാണ്. പിന്നെ സിസ്റ്റമാറ്റിക് ലീഗലി കുറേ ഇഷ്യൂസ് ഉണ്ട് ട്രാൻസ്ജെൻഡറുകൾക്ക്. നമുക്ക് പല കാര്യങ്ങളും ഓപ്റ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഞാൻ പറഞ്ഞിരുന്നു ഞാൻ PSCക്ക് പണ്ട് ട്രൈ ചെയ്തിരുന്നു. ആ ഒരു ഈസി പ്രോസസ്സ് ഇപ്പം നടക്കത്തില്ല. ഇപ്പം പോലീസ് യൂണിഫോം ജോലിയിലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ കോർട്ടിൽ പോയി ഓർഡർ മേടിച്ച് എല്ലാവരെ കൊണ്ട് സാധിക്കണം എന്നില്ല.
ഇപ്പം എനിക്ക് സാധിക്കാൻ പറ്റും, എനിക്ക് കുഴപ്പമില്ലാത്തൊരു ജോലിയുണ്ട്, എനിക്ക് ഫാമിലി സപ്പോർട്ടുണ്ട്, എനിക്ക് സമയം കുറച്ചുണ്ട്, കാശ് കുറച്ചിറക്കാനുണ്ട്. ആ രീതിയിലുള്ളതുകൊണ്ട് മാത്രമാണ്, ഇതിൻ്റെ പുറകെ നടക്കാൻ സമയമുള്ളതുകൊണ്ടാണ്. അത് റീസെൻ്റ്ലിയാണ് എനിക്ക് അതിനൊക്കെ ഒരു ഇത് വന്നത് പോലും. അപ്പം ഒത്തിരി അവസരങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ വ്യക്തികളെയും ഈക്വലായിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. ട്രാൻസ്ജെൻഡർ വ്യക്തിയെ നിയമപരമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ റിയാലിറ്റി നമ്മളെ യാതൊരു രീതിയിലുള്ള പരിഗണനയും തന്നിട്ടില്ല എന്നുള്ളതൊരു ഫാക്റ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എനിക്കറിയാം പോലീസ് അങ്ങനെ എന്തെങ്കിലും യൂണിഫോം ജോലിയാണ്. നിങ്ങൾക്കറിയാം ആർമിയിൽ പല കാര്യത്തിലൊക്കെ ആണെങ്കിൽ ട്രാൻസ് വ്യക്തികളെ ഇതിന് ഹോമോസെക്ഷൽ ആയിട്ടുള്ള വ്യക്തികളെ പോലും എടുക്കത്തില്ല. അങ്ങനെ കുറേ ഒരു ഇതുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചലഞ്ച് ചെയ്യാൻ എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ്. അല്ല നിങ്ങൾ പലയിടത്തും കിട്ടില്ല ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ പേഴ്സൺ ഇന്നതെന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് കുറേ വ്യക്തികളുണ്ടായിരിക്കാം. പലപ്പോഴും അവർ ആ ഒരു ട്രാൻസ്ജെൻഡർ എന്നുള്ള ലേബലിലോ ജീവിച്ചോ ജീവിക്കാതെയോ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഇപ്പോഴും ഫസ്റ്റ് ഡോക്ടർ, ഫസ്റ്റ് പോലീസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞത് സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലിയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പലതും അത് ആഘോഷിക്കപ്പെടാറുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്ര വർഷമായിട്ട് സാഹചര്യമില്ല. ഇപ്പോഴാണെങ്കിൽ കേസ് കൊടുത്ത് പുറകെ നടക്കേണ്ട ഒരു 2025 എൻ്റെ വേറെ എതിരായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയൊന്നും സിസ്റ്റത്തിൻ്റെ കേരളത്തിൻ്റെ ആണെങ്കിലും സ്റ്റേറ്റ് സെൻട്രലിൻ്റെ ആണെങ്കിലും ഒരു അനുകൂല നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. സ്റ്റിൽ നമ്മളതിൻ്റെ പുറകെ കേസ് പല കാര്യത്തിലാണ്. ഇപ്പം ഞാൻ പറഞ്ഞു എഗ്ഗ് ഫ്രീസിങ് ഒരു മെത്തേഡാണ്. ലോജിക്കലി ഇപ്പം ഞാൻ പറഞ്ഞു എഗ് ഫ്രീസിങ് കാര്യങ്ങൾക്കും നിയമപരമായിട്ട് കുറേ ഇഷ്യൂസുണ്ട്. പല കാര്യത്തിനും കുറേ ഇഷ്യൂസുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെയാണ് നിയമം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോജിക്കലി നമ്മൾ എന്താണ് ഓർക്കുന്നത്, ഒരാൾക്ക് ബയോളജിക്കലി ഇന്ന നീഡുണ്ട്, ഇന്നത് ചെയ്യേണ്ടതാണെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സിസ്റ്റം, അയാൾക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് ഇല്ലെങ്കിലും സിസ്റ്റം കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ക്യാഷ് ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാനുള്ള ഒരു നിയമവ്യവസ്ഥത ഇല്ല. സ്ത്രീ പുരുഷനാണ് ഒരു ഫിക്സഡ് ആകുന്നത്, അല്ലെങ്കിൽ സ്ത്രീ ഇങ്ങനെ രീതിയെ ചെയ്യാവുള്ളൂ, പുരുഷൻ ഇങ്ങനെ രീതിയെ ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോലുള്ള ഫെസിലിറ്റി ഇല്ല എന്നുള്ളത് ഭയങ്കര സാഡായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു, അനുകൂലമായിട്ടുള്ള വിധി വരുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സോ അപ്പോൾ ഇങ്ങനെ നമ്മൾ പല കാര്യത്തിലും അങ്ങനെയാണ് ഞാൻ പറഞ്ഞാണ്. ഇപ്പം എഗ് ഫ്രീസിങ് ഒക്കെ ഓപ്റ്റ് ചെയ്യാതെ പറയുമ്പോഴും പ്രാക്ടിക്കലി കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പല കാര്യത്തിലും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ ഒരു സാധ്യതകൾ പറയണമെന്നുണ്ട്. പക്ഷെ പല കാര്യത്തിലും നിയമപരമായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ പോലീസിന് പല കാര്യത്തിൽ ടു ബി ഹോണസ്റ്റ് പോലീസിനും പല കാര്യത്തിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞാൻ പറയും ട്രാൻസാക്ഷൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഏത് ഐഡൻറ്റിറ്റിയിലാണ് നിൽക്കുന്നത് അത് കിട്ടി അപ്ലൈ ചെയ്യുക. ജോലി കയറിയിട്ട് നിങ്ങൾക്ക് മാറുന്നതിന് കുറച്ചും കൂടി ഈസി ആയിരിക്കും കമ്പാരിറ്റീവ്ലി ഒരാൾ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് അവരുടെ ജെൻഡറും പേരൊക്കെ മാറ്റി കിട്ടുന്നതിന് കുറച്ചും കൂടി ഈസിയാണ്. ട്രാൻസ്ജെൻഡർ എന്നുള്ള ഐഡൻറ്റിറ്റി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു പോലീസിലെ മറ്റ് യൂണിഫോംസ് ജോലികളിലോ നേടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആദ്യം തന്നെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വർഷങ്ങൾ കടന്നു, ഇതിനൊക്കെ ഏജ് ലിമിറ്റ് ഉള്ളതാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ക്വസ്റ്റ്യൻ ആൻസറായിട്ട് കുറേ പേര് ചോദിച്ചതിൻ്റെ ആൻസർ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് പലതും അവിടെ ഇവിടെ മിസ്സായിട്ടാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ആ ഒരു ഇഷ്യൂ എനിക്കറിയാം. പക്ഷേ എന്തായാലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ കരുതിയിട്ടുള്ളൂ. നെക്സ്റ്റ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം പരിഹരിക്കാമെന്ന് കരുതുന്നു. അപ്പം വീട്ടുകാരെ എങ്ങനെ കൺവിൻസ് ചെയ്യാം അത് ഭയങ്കര ഇതാണ്. ഞാൻ ഓരോ വീട്ടുകാരുടെ ഏത് നേച്ചറാണെന്ന് നമുക്ക് സാഹചര്യം നിങ്ങൾക്കും അറിയത്തുള്ളൂ. നിങ്ങളുടെ വീട്ടുകാരെ എങ്ങനത്തെ മനുഷ്യരാണ്. ഒട്ടും സേഫ് അല്ലാത്തടത്തൊക്കെ പോയി ഐഡൻറ്റിറ്റി പറഞ്ഞിട്ട് വീട്ടിൽ ഒത്തിരി സിനാറിയോ ഞാൻ മാനേജറായിട്ടിരുന്ന സമയത്ത് അല്ലാതൊക്കെ ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാമെന്ന് വെച്ചാൽ വീട്ടിൽ പൂട്ടിയിടുന്നതും പല ട്രാൻസ് വ്യക്തികൾക്ക് മാത്രമല്ല ഇപ്പം സെക്ഷുവാലിറ്റി പല ലെസ്ബിയൻ ആയിട്ടുള്ളവരോ ഗേ ആയിട്ടുള്ളവരോ എസ്പെഷ്യലി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ സോഷ്യൽ ലൈഫ് ജീവിച്ചവരെയൊക്കെ സംബന്ധിച്ചിടത്തോട്ടാണ് അങ്ങനൊരു ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂടുതൽ ഇതെന്ന് പറയും എസ്പെഷ്യലി മാരേജിൽ റേപ്പ് പോലെയുള്ള കാര്യങ്ങളും ഇപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നടത്താറുണ്ട്. അല്ലാതെ ആണെങ്കിൽ കൺവേർഷൻ തെറാപ്പി എന്നുള്ള കാര്യം അതൊക്കെ ബാൻഡാണ്. സ്റ്റിൽ പലരും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇല്ലീഗലായിട്ടുള്ള പല കാര്യങ്ങളും നടക്കാറുണ്ട്. ഇപ്പോൾ റിലീജിയസ് ആയിട്ടുള്ളിടത്തൊക്കെ കൊണ്ടുപോകാനും മന്ത്രവും ഇതൊക്കെ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അനാവശ്യമായിട്ടുള്ള മെഡിസിൻസ് തരാനുള്ള സാധ്യതയുണ്ട്. ഒത്തിരി ഉണ്ട് പോസിബിലിറ്റി. അപ്പം വീട്ടുകാരെ എങ്ങനെയുള്ള വീട്ടുകാരാണെന്നുള്ള അനുസരിച്ചിരിക്കും. എൻ്റെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പം എൻ്റെ കൂടെയാണ്. എനിക്ക് സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലി ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് സത്യത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളത് ഭയങ്കര ഇതാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിട്ടും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പഠിത്തം അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പല കാര്യത്തിലും നമുക്ക് ബേസായിട്ട് വീട്, പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം അങ്ങനെയൊക്കെ പറയുന്ന പോലെ ബേസ് പല ട്രാൻസ് വ്യക്തികളും വീട്ടിൽ നിന്ന് പുറത്താകുമ്പോഴത്തേക്ക് അവർക്ക് താമസിക്കാൻ ഇടമില്ല. താമസിക്കാൻ പോകണമെങ്കിൽ അവിടെ ഭയങ്കര റെൻ്റായിരിക്കും. മോസ്റ്റ്ലി ട്രാൻസ്ജെൻഡർ വ്യക്തികളെല്ലാവരെയും സെക്സ് വർക്ക് ചെയ്യുന്നവരെന്നാണ് കരുതാറുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഹൗസിൻ്റെ വീട്ടിലെ റെൻ്റൊക്കെ ഭയങ്കര കൂട്ടി മേടിക്കുന്ന പരിപാടി. പിന്നെ ആ ഒരു ലേബലുണ്ട് സെക്സ് വർക്ക്. ഇപ്പം ഞാൻ ട്രാൻസ്ജെൻഡറാണെന്ന് സോഷ്യൽ മീഡിയ ഇട്ട് എനിക്ക് 10 മെസ്സേജ് വരും. അല്ലെങ്കിൽ നേരിട്ട് പോലും അങ്ങനെ എനിക്ക് ആ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
ശരിക്കും പറഞ്ഞാൽ സോക്കോൾഡ് ആ ഫിഗറിൽ ഫിറ്റാവുമെങ്കിൽ പോലും സിസ്റ്റർ ആ ഒരു ഇതെന്നുള്ളത് ഫിറ്റാകുമെങ്കിൽ പോലും നമ്മൾ ഐഡൻറ്റിറ്റി നമ്മൾ വെളിപ്പെടുത്തുന്ന ആ സമയം മാത്രമേ ഒരു ഇതുള്ളൂ, ഒരു സേഫ് ഇത് ഫീലുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഇതാണ്. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. എനിക്ക് ശരിക്കൊരു ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നുള്ളതിലല്ല, എനിക്ക് ഒരു മനുഷ്യനില്ല, എനിക്കറിയില്ല എന്തിൻ്റെ പേരിലാണ് മറ്റു മനുഷ്യർ ട്രാൻസ് വ്യക്തികളെ, എനിക്ക് ഓരോ വ്യക്തികളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ട് ഒന്നും മനസ്സിലാകണം എന്നില്ല. ഞാൻ പറയില്ല, ഒരു ജെൻഡർ അഫേമിങ് കെയറിനെ കുറിച്ചൊക്കെ ആൾക്കാർക്ക് കുറേ തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്ക് വന്നിട്ട് ഇത് ചെയ്ത് മോൻ്റെ ലൈഫ് നശിപ്പിക്കാം, മോനെന്നല്ല പറയുന്നത്, വേറെ കാര്യം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഡൗട്ടെന്നല്ല, എനിക്ക് ബേസിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി, ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടി അണ്ടർലൈൻ ചെയ്യുന്ന ഓപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ വയലേറ്റ് ചെയ്യുന്നില്ല, മറ്റൊരാളുടെ ഇതിനൊന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ലാതെ അയാൾ ജെൻഡർ അഫേമിങ് കെയർ ചെയ്യുന്ന, ഹോർമോൺ എടുക്കുന്നു, സർജറി ചെയ്യുന്നു, അവർ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവരത് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. അതിലെന്താണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ബേസ് സൈഡ്. ഇതൊക്കെ ആൾക്കാർ ഭയങ്കര ഇതാണ്. പിന്നെ പറയാറുള്ളതെന്ന് വെച്ചാൽ, ഇത് ഒരു ചോയ്സാണ്, ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ട്, ആർക്കാണ് ഇത്ര കഷ്ടപ്പെടാനുള്ള താല്പര്യം? അപ്പം അങ്ങനെ കുറേ ഉണ്ട്. എനിക്കറിയത്തില്ല, ഭയങ്കര ഒരു ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയാറുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളെ ബുദ്ധി വെച്ച് ചിന്തിക്കുക, മനസ്സിലാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ട്രാൻസ്ലേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പറഞ്ഞ മറ്റു മനുഷ്യരെ കണക്ട് ചെയ്യുക, ഒരാളെ തന്നെയല്ല പല ആൾക്കാരുമായിട്ട് സംസാരിക്കുക. പിന്നെ സർജറി ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ കേരളത്തിൽ ഒത്തിരി ഹോസ്പിറ്റലുകൾ, ഒത്തിരി ഇല്ല, അധികമില്ല, കോട്ടയം മെഡിക്കൽ കോളേജ് സർജറി ചെയ്യാറുണ്ട്. പിന്നെ പ്രൈവറ്റ് സെക്ടേഴ്സ് ആയിട്ടുള്ളവരാണ്, റെനെ മെഡിസിറ്റി, അമൃത ചെയ്യാറുണ്ട്, സൺറൈസ് അങ്ങനെയുള്ള ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ കുറേ ഞാൻ ആക്ച്വലി അങ്ങനെ അവിടെ ഇന്നടുത്ത് പോയി എന്നോട് ഒത്തിരി പേര് ചോദിക്കും സർജറി അവിടെ ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ നീതി പറയുന്നത് വെച്ചാൽ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പറയാനില്ലെന്ന് വേണേൽ പറയാം. എസ്പെഷ്യലി പ്രൈവറ്റ് സെക്ടറിലെ പരിപാടി കുറച്ച് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ സർജറി ചെയ്തിട്ട് ട്രിവാൻഡ്രത്തു നിന്നാണ്, ഇപ്പോൾ ആ ഹോസ്പിറ്റലില്ല, വേറെ അലിഗേഷൻ കണ്ട് ആ ഹോസ്പിറ്റൽ പൂട്ടിപ്പോയതാണ് എൻ്റെ ഒരു അറിവ്. സോ അതാണ് ഞാൻ പലപ്പോഴും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പേരൊക്കെ, പക്ഷേ റിയാലിറ്റി അതാണ്. അലിഗേഷൻ വന്നിട്ട് പിന്നെ എൻ്റെ സർജറി ആണെങ്കിലും, ടോപ്പ് സർജറിയുടെ കേസിലാണെങ്കിൽ എൻ്റെ നിപ്പിൾ പോർഷന് ഒരു ഇൻവേർഡ് എന്നുള്ള രീതിയിലായിരുന്നു തയ്ച്ച് വെച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് ഞാനത്, അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ നിപ്പിളിന് കറക്റ്റ് സർജറി ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ള രീതിയിലും പിന്നെ കുറച്ച് ജിമ്മിലും ഫിറ്റ്നസ്സിലൊക്കെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തത് പിന്നെയാണ് എൻ്റെ ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സർജറി ഏത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈവൻ പല ഹോസ്പിറ്റലും, റെനെ മെഡിസിറ്റി ആണെങ്കിലും, അതിലൊക്കെ റെനെ മെഡിസിറ്റിയാണ് പലരും പോകാറുള്ളത്, ഫസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് കേൾക്കാറുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, നല്ലത് റിസൾട്ടും കണ്ടിട്ടുണ്ട്, അല്ലാതെ ഭയങ്കര ബോറായിട്ട് നമ്മൾ ടോപ്പ് സർജറിയാണ് ട്രാൻസ്മെൻ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും, ട്രാൻസ്മെൻ വ്യക്തികൾ മാത്രമല്ല, അത് ഒന്നും കൂടി പറയുകയാണ്. അപ്പോൾ ടോപ്പ് സർജറിയെ സംബന്ധിച്ചിടത്തോളം സ്കാറൊക്കെ നല്ല രീതിയിൽ വരണം, നമ്മൾ ഇപ്പോൾ ഷർട്ട്ലെസ് ആയിട്ട് പോകാമെന്നുള്ളതൊക്കെ പലരുടെ ആഗ്രഹമായിരിക്കാം. അതൊക്കെ എനിക്കൊന്ന് ഭയങ്കര മോശമായിട്ടുള്ള സ്കാറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മോശമായിട്ട് സ്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തികെട്ട രീതി തയ്ച്ച് വെച്ചേക്കുന്ന കണ്ടിട്ടുണ്ട്. നിപ്പിൾ പോർഷൻ അവർക്ക് ഇല്ലാത്ത രീതി ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു പ്രയോറിറ്റി ആയിട്ടുണ്ട്, നിപ്പിളൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ എന്ന് വെച്ചാൽ ഒത്തിരി വർഷമായിട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലൊക്കെയാണ്. അപ്പം അതിനൊന്നും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തോന്നിയിട്ടില്ല. ജസ്റ്റ് ഒരു കറുത്ത പാട് മാത്രം വെച്ചിട്ടുള്ള റിസൾട്ടുകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പല ഹോസ്പിറ്റലിനും സജസ്റ്റ് ചെയ്തത്. ഇങ്ങനെ പല ഇഷ്യൂസ് എനിക്ക് പേഴ്സണലി അറിയാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഒരു ഉറപ്പോടെ ഒരു ഹോസ്പിറ്റൽ എനിക്ക് പറയാൻ പറ്റാറില്ല, പക്ഷേ ലിമിറ്റഡ് ആയിട്ട് ഹോസ്പിറ്റലുകളുള്ളൂ. എല്ലാവർക്കും പുറത്തൊക്കെ പോയി സർജറി ചെയ്യാൻ, വേറെ നാട്ടിൽ പോയി സർജറി ചെയ്യാൻ പറ്റണം എന്നൊക്കെയില്ല, അങ്ങനൊരു അവസ്ഥയുണ്ട്. പിന്നെ സർജറി, അതുകൊണ്ട് എനിക്ക് പറയാനുള്ള, സർജറി ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ നിങ്ങൾ എവിടെയാണെങ്കിലും ഹോസ്പിറ്റലിൽ കേട്ടറിഞ്ഞ് പോകുമ്പോൾ അവിടെ ഇതിന് മുമ്പായിട്ട് സർജറി ചെയ്തവരോടൊന്ന് നേരിട്ട് സംസാരിച്ച് നല്ലതായിരിക്കും. ഫോട്ടോസൊക്കെ മേടിച്ചൊന്ന് കാണുക. ഡോക്ടർമാർ ചിലപ്പോൾ റെഫറൻസിലൊക്കെ എടുത്ത് വെക്കാറുണ്ട്, അതുണ്ടെങ്കിൽ അത് ആവശ്യപ്പെടാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാം, എന്തൊക്കെ ചെയ്യുന്നു, സർജറി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതൊക്കെ ഇഷ്ടം പോലെ വീഡിയോസ് അവൈലബിൾ ആണ്, റെഫറൻസൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. ഡോക്ടറോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സർജറിക്ക് മുമ്പും ആഫ്റ്റർ കെയർ ആണെങ്കിലും പ്രോപ്പറായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക, അതനുസരിച്ച് കെയർ ചെയ്യുക എന്നുള്ളതാണ്. സർജറിയുടെ കോസ്റ്റൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ടോപ്പ് സർജറി ചെയ്തപ്പം 1 lakh ആയിട്ടുണ്ട്. ഞാൻ മറ്റ് പല സർജറിയുടെ കാര്യങ്ങളും ഞാനിപ്പോൾ എൻ്റെന്ന് പറഞ്ഞാലും ഞാൻ പൊതുവേ പല കാര്യങ്ങളും ജനറലി പറയുന്നത്. കാരണം ഇന്നത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബോഡീനെ ഞാൻ പബ്ലിക്കലി അങ്ങ് വെക്കുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങനെ പറയില്ല. ഞാൻ എന്തൊക്കെ സർജറി ചെയ്തു ഞാൻ എല്ലാം ഒന്നും സൂചിപ്പിക്കാൻ പോകുന്നില്ല. എസ്പെഷ്യലി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എനിക്ക് പറയേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
പക്ഷേ എന്നോട് പേഴ്സണലി ചോദിക്കുന്നവർ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒബ്വിയസ്ലി ഷെയർ ചെയ്യും. പക്ഷെ അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് പറയും. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം ഇങ്ങനെ പറയുന്നില്ല. ഇപ്പോൾ എനിക്ക് കംഫർട്ടായിട്ടുള്ള സർജറികളുടെ കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് കരുതുന്നു. ഇപ്പോൾ ടോപ്പ് സർജറിയുടെ 1 lakh ആയിട്ടുണ്ട്. പല റേറ്റാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് എനിക്ക് 25, 30, 30,000 ആ റേഞ്ചിലൊക്കെ സർജറി ചെയ്ത് കിട്ടണം. പിന്നെ ചിലയിടത്ത് 65,000 ആകാം, 1 lakh വരാം, കൂടി 80,000 വരാം. ഓരോ ഇതാണ്. ചിലയിടത്ത് 2 lakh വരെ ആകാറുണ്ട്. അപ്പോൾ സർജറിയുടെ മെത്തേഡുകൾ അനുസരിച്ചും ഹോസ്പിറ്റൽ അനുസരിച്ചൊക്കെ കോസ്റ്റ് മാറും. പിന്നെ വർഷങ്ങളനുസരിച്ചും മാറും. അപ്പോൾ അതാണ് ഒരു സിറ്റുവേഷൻ. പിന്നെ സർജറി കാശ് വേണം അത് ചെയ്യാൻ വേണ്ടി. പിന്നെയെന്ന് പറയുന്നത് ആഫ്റ്റർ കെയർ, നമ്മളൊരിടത്ത് മുറിവുണങ്ങുന്നവരെയും അല്ലെങ്കിൽ ആ റെസ്റ്റ് എടുക്കേണ്ട പീരീഡ് ഉണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് താമസിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി വേണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർജറി ഒക്കെ ചെയ്യാൻ പറ്റും. സർജറി എന്ന് പറയുമ്പോൾ ചുമ്മാ പെട്ടെന്ന് പോയി ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ, സാഹചര്യം കൂടി ഒത്തു വരേണ്ടതായിട്ടുണ്ട്. ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. അതിൻ്റെന്ന് പറഞ്ഞാൽ കോസ്റ്റ് ചോദിക്കാറുണ്ട് ആൾക്കാർ. ഇപ്പോൾ അറൗണ്ട് 500 ഒക്കെ ആകും. ഒരു 250 mg ടെസ്റ്റോസ്റ്ററോണൊക്കെ ഒരു 500 അറൗണ്ട് ആകും. അതൊരു കോസ്റ്റാണ്. ഇങ്ങനെ ലൈഫ് ലോങ് എടുക്കുന്നത്. ഓരോ മാസം അല്ലെങ്കിൽ 21 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ആകും. പിന്നെ ടെസ്റ്റുകൾ നടത്തണം. 3 മാസം കൂടുമ്പോൾ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ മാത്രമല്ല, എല്ലാ വ്യക്തികളും ഇടയ്ക്ക് മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുക. എസ്പെഷ്യലി നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഭയങ്കര അൺഹെൽത്തി ആണെങ്കിൽ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അതിനെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര 4-5 അബ്നോർമാലിറ്റീസ് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫിറ്റ്നസ്സിന് മാത്രമല്ല, ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയപ്പോൾ തന്നെ എനിക്ക് ബെറ്റർ ഒരിതും ഇപ്പോൾ എല്ലാം തന്നെ ഒരു നോർമൽ എന്നുള്ള രീതിയിലാണ്. അപ്പം പലരും പറഞ്ഞ ട്രാൻസ്വെക്തികൾ ജെൻഡർ ഫെമിനിൻ ഹോർമോണൊക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് ന്യൂസിൽ ഏതോ ഒരാൾ പുള്ളി വന്ന് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്വെക്തികൾ പെട്ടെന്ന് തട്ടിപ്പോകുന്നു. ഇപ്പം എനിക്കാണെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് പലരും പറയാറുണ്ട് ഇപ്പോൾ 60-70 വയസ്സുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളൊന്നും ഇവർ കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. സോ അപ്പം നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യാൻ നോക്കുക. യെസ്, നമ്മൾ എക്സ്റ്റേണലി ഇൻജെക്റ്റ് ചെയ്യുന്നൊരു ഹോർമോണാണ്, ഒരു ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ലൈഫ് സ്റ്റൈൽ പോകാതിരിക്കുക. അത് ഏത് വ്യക്തികളാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളൊത്തിരി ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടാണ് നമ്മൾ ഹോർമോണായാലും പല ഈ ഒരു ലൈഫിലേക്ക് എത്തിയിട്ടുള്ളത്. സോ എനിക്ക് പറയാനുള്ളത് അത് മറക്കാതിരിക്കുക. ഒന്നാമത്തെ കാര്യം, പണ്ടത്തെ നിങ്ങൾ ഇന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിപ്പോൾ എത്തിയിട്ടുണ്ട്, അത് നിലനിർത്താൻ നോക്കുക. നിങ്ങളുടെ ബോഡീനെ ലവ് ചെയ്യുക, കെയർ ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോവുക. പിന്നെ ഒരു മെയിൻ ബുദ്ധിമുട്ട് എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എനിക്ക് നമ്മളെ സോഷ്യലി അത്ര ഇൻവോൾവ്ഡായി നിൽക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. എനിക്കൊന്നും എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്കൊരു വ്യക്തിയിലും ട്രാൻസ്വെക്തികളൊക്കെ ഭയങ്കര മോശം ഒരു സാഹചര്യം. അവരെ മോക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അവരെ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര അഫക്റ്റഡ് ആവും. എനിക്ക് അത് ഭയങ്കര ഇതാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അധികമൊന്നും കാണാറില്ല, മാറിപ്പോരും. അത്ര എന്ന് വെച്ചാൽ എനിക്കൊന്നും എല്ലാവർക്കും ഒരു കളക്റ്റീവായിട്ടുള്ളൊരു നേച്ചറാണെന്ന് എനിക്കൊന്നും. ഇപ്പം പലരും വ്യക്തികളെ പറയുകയാണെങ്കിൽ നമുക്കും അത് ഇൻവോൾവ് ആകും, നമുക്കത് വേദനിക്കും. അങ്ങനെ ഒരു ഡെയിലി പല ഹരാസ്മെൻറ്റൊക്കെ നമ്മൾ തന്നെ നേരിടും, മറ്റുള്ളവർ നേരിടുമ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പെയിൻഫുൾ ഒരു ജേണിയിൽ അങ്ങനെ പെയിൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഇതാണ്. ഇതൊന്നും ശരിക്കും ട്രാൻസ്ജെൻഡർ വ്യക്തി ആയതുകൊണ്ടെന്നുള്ളതിനുപരി സമൂഹം നമുക്ക് ഇതെല്ലാം തരുന്നതാണ്. ഒരു സമൂഹം എനിക്കറിയത്തില്ല, ലൈഫ് ഭയങ്കര സ്മൂത്തായിട്ട് സിമ്പിളായിട്ട് പോകേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ എനിക്കറിയില്ല, മനുഷ്യന്മാർ വെറുതെ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അറിയാം, മനുഷ്യന്മാർ മറ്റ് സഹജീവികളുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലാണ് വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെ നെഗറ്റിവിറ്റി സറൗണ്ടിങ്ങിൽ ഉണ്ടെങ്കിലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. എനിക്ക് വെർബലി പറയാൻ എളുപ്പമാണ്, ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഈസി, ഐ നോ. ബട്ട് സ്റ്റിൽ നമ്മൾ ആരൊക്കെ സ്നേഹിച്ചില്ല, നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. പിന്നെ ആൾക്കാരൊക്കെ ഭയങ്കര കൺസേൺ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ മാരേജിനൊക്കെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഹോൾഡ് ചെയ്തിരിക്കും. മറ്റുള്ളവർക്ക് ലൈഫിന് വേണ്ടി നമ്മുടെ ലൈഫ് മാറ്റി നിർത്തുക എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് സഹോദരിയോ സഹോദരനോ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിഞ്ഞിട്ട് അവർ മാരേജിൽ നിന്ന് മാറുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതായിട്ട് കാണാം. അതൊരു ഫിൽട്ടറായിട്ട് എടുക്കുക. ഞാൻ അങ്ങനെയാണ് കാണാറുള്ളത്. അപ്പോൾ ആക്കും ഈ രീതിയിൽ ഇപ്പോൾ ട്രാൻസ് ആണെന്നുകൊണ്ട് കല്യാണത്തിന് വേണ്ട അല്ലെങ്കിൽ മോശമായിട്ട് സംസാരിക്കുന്ന ഒരാൾക്കാർ ഫോർഷറായിട്ട് മറ്റ് ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് ആ ചേച്ചിനെയോ ചേട്ടനെയോ ബാധിക്കുന്ന കാര്യത്തിൽ അവർ വേറെ രീതിയിലും മോശമായിട്ടൊക്കെ ബിഹേവ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഒഴിഞ്ഞു പോയാൽ അത്ര നല്ല കാര്യമല്ല. അങ്ങനെയുള്ള മനുഷ്യരെ ഫിൽട്ടർ ചെയ്യും. ഇപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരാൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ താഴെ വന്നിട്ട് ഇന്നതല്ല ഇന്നതാണെന്ന് പറഞ്ഞ് എൻ്റെ ഡെഡ് നെയിം ഒക്കെ ഇട്ട്. അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ
പിന്നെ വന്ന് സംസാരിച്ചെങ്കിൽ സോറി പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എനിവേ ഞാനത് സ്റ്റാറ്റസ് ആയിട്ടിട്ടപ്പോഴത്തേക്കും വന്ന് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ പറയുന്നത് പലതരം മനുഷ്യർ കാണും. ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മിക്സഡായിട്ട് റെസ്പോൺസാണ്. അയൽവക്കംകാരൊക്കെ ആണെങ്കിലും ഞാൻ ചെല്ലുന്ന നാണക്കേടാന്ന് പറഞ്ഞ നാട്ടുകാരൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അവിടെ വളർന്ന സ്ഥലത്തല്ല ഞാനിപ്പോൾ താമസിക്കുന്നുണ്ട്, അത്ര കുഴപ്പമില്ല. അപ്പം അങ്ങനെ പറഞ്ഞവർ കാണും, റിലേറ്റീവ്സിൽ അക്സെപ്റ്റ് ചെയ്യുന്നവരും അക്സെപ്റ്റ് ചെയ്യാത്തവരും കാണും. എല്ലാം മിക്സഡാണ്. സോ പല കൂട്ടം മനുഷ്യന്മാർ അക്സെപ്റ്റ് ചെയ്യുന്നവരുടെ അക്സെപ്റ്റ് ചെയ്യാത്തവരെ, എന്ത് ട്രാൻസ്ജെൻഡർ വ്യക്തികളെന്ന് പറഞ്ഞ് ഹ്യൂമനായിട്ട് പോലും കൺസിഡർ ചെയ്യാത്ത കുറേ കൂട്ടം മനുഷ്യന്മാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാകും, പക്ഷേ ഫൈറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റ് മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്തൊക്കെ ഒരു സർവീസസ് അവൈലബിൾ ആണ് ട്രാൻസ് വ്യക്തികൾക്ക് എന്നുള്ളതൊന്ന് സൂചിപ്പിക്കാമെന്ന് കരുതുന്നു. നിലവിൽ നമുക്ക് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ടുണ്ട്, ഒരു റൂളുണ്ട്. പിന്നെ എന്നുള്ളത് കേരളത്തിലെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ട്രാൻസ്ജെൻഡർ TG സെൽ എന്ന് പറഞ്ഞൊരു സെല്ല് ട്രിവാൻഡ്രത്ത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പോളിസി, ട്രാൻസ്ജെൻഡർ പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമും കാര്യങ്ങളൊക്കെ അവർ വഴിയാണ് നടക്കാറുള്ളത്. പിന്നെയുള്ളത് ഇവിടെ കാക്കനാട് എറണാകുളത്തൊരു ട്രാൻസ്ജെൻഡർ ക്രൈസിസ് സെൻ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ പല പല ഓർഗനൈസേഷൻസ് ഉണ്ട്, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനുണ്ട്, ട്രാൻസ് വ്യക്തികളുടെ ഓർഗനൈസേഷനുണ്ട്, അല്ലാത്ത ഓർഗനൈസേഷനുണ്ട്. ഇപ്പോൾ സഹയാത്രിക, അമിഗോസ് ഞാൻ ഇൻവോൾവഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ്. പിന്നെ മറ്റ് പല പല ഓർഗനൈസേഷനുണ്ട്, അവരൊക്കെ ആയിട്ട് ബന്ധപ്പെടാം. പിന്നെ പോലീസിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിലൊക്കെ റെസ്പോൺസ് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് അങ്ങനെ എന്താ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ നേരിടുക. പിന്നെ ഇത് കാണുന്ന ട്രാൻസ് വ്യക്തികൾ തന്നെ ആണെന്നില്ല, പക്ഷേ ഏത് മനുഷ്യരാണെങ്കിലും മറ്റ് സഹജീവികളോട് സഹാനുഭൂതി കാണിക്കുക എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവരെ പരിഹസിച്ച് ബുദ്ധിമുട്ടി അവരുടെ ജീവിതം കൂടുതൽ ആക്കിയിട്ട് എന്താണ് പ്രയോജനം എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവരെങ്ങനെ കിടന്നുറങ്ങുന്നു എന്നുള്ളതാണ്. എനിവേ ഞാൻ പറഞ്ഞ മറ്റ് മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്, ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യമാണെങ്കിൽ അവിടെ ഒരു സ്കോപ്പ് ഇടുക. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ മെയിനായിട്ടുള്ളത് ശരിക്കും ഇതൊരു അൺലേണിംഗ് പ്രോസസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ട്രാൻസ് വ്യക്തികൾ മാത്രമാണെന്നില്ല, സിസ് ഹെറ്ററോ വ്യക്തികളാണെങ്കിൽ പണ്ട് മുതൽ നമ്മൾ പഠിച്ചു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും അല്ല, അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക, മറ്റ് മനുഷ്യരെ ഉൾക്കൊള്ളാൻ തയ്യാറാകുക. ഇത് ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ മാത്രമല്ല, എല്ലാ വ്യത്യസ്തതയുടെയും മനുഷ്യന്മാരെന്നല്ല ജീവജാലങ്ങളെല്ലാം വ്യത്യസ്തമാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഭയങ്കര ലെങ്തി വീഡിയോ ആണ്. ഇതൊന്ന് ടച്ച് ചെയ്ത് പോയതേ ഉള്ളൂ. ഇനി ഷോർട്ടാക്കാമെന്ന് കരുതുന്നു. പിന്നെ പല നിയമ ഇഷ്യൂസൊക്കെ നിങ്ങൾ നേരിടുമായിരിക്കും, അതിനുള്ള സാധ്യതയുണ്ട്. ബേസായിട്ട് എനിക്ക് വേറൊരു കാര്യം കൂടി പറയണമെന്ന് തോന്നിയതാണ്. ശരിക്കും പറഞ്ഞാൽ പണ്ടാണെങ്കിലും ഈ നിയമപരമായിട്ട് ഇപ്പോൾ 377 മറ്റവർ എന്താണെങ്കിലും ഹോമോസെക്ഷൽ മറ്റേതിനെ ക്രിമിനലൈസ് അല്ല, അതെല്ലാം മാറ്റിയപ്പോഴാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും നമ്മൾ ജീവിച്ചിരുന്നു, ഇപ്പോഴാണെങ്കിലും നമ്മൾ ജീവിച്ചിരുന്നു. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ജീവിച്ചുകൊണ്ടേ ഇരിക്കും. അത് ഇപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് വന്നൊന്നും അങ്ങനെയൊന്നും അല്ലല്ലോ, പണ്ട് മുതലേ ജീവിച്ചിരുന്ന മനുഷ്യരാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കര ഡിസ്കഷൻ വരുന്നുണ്ടായിരിക്കാം, പക്ഷേ അന്ന് നമ്മൾ ജീവിച്ചിരുന്നു, ഇന്നും നമ്മൾ ജീവിച്ചിരിക്കുന്നു. ആ ഒരു എക്സിസ്റ്റൻസ് ആർക്കും മായ്ച്ചു കളയാൻ പറ്റത്തില്ല. സിസ്റ്റം നമ്മളെ അംഗീകരിക്കുന്നില്ലയോ എന്നുള്ളതല്ല, അതിലുപരി നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അപ്പം വീട്ടിൽ പറയാനാണെങ്കിലും എവിടെ പറയാനാണെങ്കിലും നിങ്ങളുടെ സേഫ്റ്റി അതാണ് പ്രയറായിട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും പറയാറില്ല. ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് കരുതുന്നു. എനിവേ താങ്ക് യു, ബൈ.